അവർ ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു സ്മൈല് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, എല്ലാരും ചിരിക്കാൻ റെഡിയല്ലേ? ചിരിക്കാൻ റെഡിയല്ലേ? ആർട്ടിഫിഷ്യൽ ആയിട്ട് ചിരിച്ചു കഴിഞ്ഞാലും ഈ സ്മൈൽ തെറാപ്പി ഒരു സംഭവമുണ്ട്, യോഗ, സ്മൈൽ യോഗ, അത് കേട്ടിട്ടുണ്ടായിരിക്കും. ലോഫിംഗ് തെറാപ്പി, ലോഫിംഗ് യോഗ തെറാപ്പി. ഇതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്മൈൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആദ്യമായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്മൈൽ ചെയ്യാം. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ സ്മൈല് സ്വാഭാവികമായിട്ടും നമ്മുടെ നോർമൽ സ്മൈലിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ ആദ്യ അവസാനം വരെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കാന്നല്ല, ഇടയ്ക്ക് നമ്മൾ സ്മൈല് കൊണ്ടുവരിക. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. എനിവേ, ഏതായാലും MC ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ജുവേരിയ മാം, നമ്മൾ ഗോൾഡൻ പ്രീമിയർ ലീഗൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ക്ഷീണത്തിൽ ഇരിക്കുകയാണ് അല്ലേ? പക്ഷെ ആ ക്ഷീണമൊന്നും വകവെക്കാതെ ഏകദേശം 300 ആളുകൾ ഇപ്പോ നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ? എന്തായാലും എല്ലാവരും ഒരുപാട് കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ ഉറക്കച്ചടപ്പൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറക്കച്ചടപ്പുണ്ടോ? നമുക്ക് നല്ലൊരു എന്താ പറയാ, ഒരു വാല്യുബിൾ കണ്ടന്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യാണ്. ഈ കണ്ടന്റ് എപ്പോഴാണ് വിജയിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറായാൽ മാത്രമേ കണ്ടന്റ് വിജയിക്കുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ഇത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായാൽ മാത്രമേ വിജയിക്കുള്ളൂ അല്ലെ? ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് കാര്യമില്ല, ഞാൻ നന്നായിട്ട് അവതരിപ്പിച്ചു, ഓക്കെ, എല്ലാവരും അടിപൊളിയാണ്, എല്ലാവരും ഇരുന്നു, 300 കൗൺസിൽ ഞാൻ നന്നായിട്ട് അവതരിപ്പിച്ചു എന്നതുകൊണ്ട് എനിക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. മറിച്ച് നിങ്ങൾ അത് സ്വീകരിച്ചു, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടി എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അത് ഫുൾഫിൽ ആവുന്നത്. ഓക്കെ, എല്ലാവരും റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സ് ഒന്ന് യൂസ് ചെയ്തിട്ട് എല്ലാവരും യെസ്, വൈ അല്ലെങ്കിൽ നോ റെഡി ആണെങ്കിൽ സത്യസന്ധമായിട്ട് പറയാതിട്ടോ. അല്ല, പ്രീമിയർ ലീഗിന്റെ അനൗൺസ്മെന്റ് കേൾക്കാൻ വന്നവരാണെങ്കിൽ നോ ടൈപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, രാജൻ സർ, യെസ്. രാജന്റെ ഇതൊന്ന് ഓഫ് ചാറ്റ് ബോക്സ്, ഓക്കെ ഓക്കെ, യെസ് 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 യെസ്, ഓക്കെ, താങ്ക് യു. ഓക്കെ, പട്ടപടേന്ന് യെസ് ഇട്ടല്ലേ? ഇതിനകത്ത് എവിടെയെങ്കിലും നോ വരുന്നുണ്ടോ എന്ന് നോക്കാൻ പോലും പറ്റൂല. വരൂലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സ്പീഡിൽ വരുന്നതുകൊണ്ട് ആരെ പേര് വായിക്കാൻ വേണ്ടിയിട്ട് സോറി പറ്റുന്നില്ല. എന്തായാലും എല്ലാവരും ഇതിനകത്ത് ഇട്ടു എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം. എനിവേ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലൈഫ് ഈസ് നോട്ട് എ ഗെസ്സിംഗ് ഗെയിം. നമ്മളെല്ലാവരും ഗെയിം കളിച്ചവരായിരിക്കും അല്ലെ? ഗെയിം കളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഗെയിം കളിക്കാത്തവരുണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും ഗെയിം കളിച്ചവരായിരിക്കും. പണ്ടത്തെ ഒരു പാമ്പും കോണിയിൽ നമ്മൾ തുടങ്ങിയ ഗെയിം ആയിരിക്കും അല്ലെ? ഇന്ന് ആ പാമ്പും കോണി വേറൊരു രീതിയിൽ ലുഡോ ആയിട്ട് മാറി, അങ്ങനെ പല തരത്തിലായിട്ട് ഗെയിംസ് മാറി എന്നുള്ളതാണ്. നമ്മളെല്ലാരും ഗെയിം കളിച്ചവരാണ്. പക്ഷേ നമ്മുടെ ലൈഫിനെ ഒരിക്കലും നമ്മൾ ഗെയിം ആക്കി മാറ്റരുത്. ലൈഫിനെ ഗെയിം ആക്കി മാറ്റി തുടങ്ങുന്ന സമയത്താണ് നമ്മൾ കരുതുന്നത് നമ്മൾ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ ഒരിക്കലും വിജയത്തിലേക്കല്ല നമ്മുടെ യാത്ര ഉണ്ടാവുക. മറിച്ച് നമ്മൾ പരാജയത്തെ ഇങ്ങനെ മുൻകിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ തയ്യാറായിരിക്കുകയാണ് അല്ലെ? ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കഥ പറയാം. ഒരു കപ്പല് യാത്ര പോവാണ്, ഒരു വലിയൊരു ആഡംബര കപ്പല് കടലിലൂടെ യാത്ര പോവാണ്. കടലിലൂടെ എന്ന് പ്രത്യേകം പറയണ്ടല്ലോ, കടലിലൂടെയാണല്ലോ പോവലല്ലേ. ഫിറോസ്ക്കൊക്കെ നോക്കാണ്, പിന്നെ കടലിലൂടെ അല്ലാണ്ട് പിന്നെ കരമല കപ്പല് പോവുള്ളൂ. ഓക്കെ, കടലിലൂടെ കപ്പൽ ഇങ്ങനെ യാത്ര പോവാണ്. കപ്പൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇദ്ദേഹം മുന്നിലിരിക്കുന്ന ഒരു വെളിച്ചം കണ്ടു. അപ്പൊ ഇദ്ദേഹം തന്റെ സ്പീക്കർ എടുത്തുകൊണ്ട് അനൗൺസ് ചെയ്യാണ്, ഇത് വലിയൊരു ആഡംബര കപ്പലാണ് നിങ്ങൾ നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെറിയൊരു മത്സ്യബന്ധനത്തിനുള്ള ഒരു ബോട്ടാണ്. നിങ്ങളുടെ ബോട്ട് ഇവിടുന്ന് മാറിയാൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് വീട്ടിലെത്താം. കാരണം ഇതൊരു ആഡംബര കപ്പലാണ്. ഈ കപ്പൽ നിങ്ങളുടെ ബോട്ടിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അത് തകരും, തരിപ്പണമാവും. അതുകൊണ്ട് നിങ്ങളുടെ ബോട്ടിന്റെ ലക്ഷ്യം മാറ്റി പോവുക. തിരിച്ചവിടുന്ന് മറുപടി വരികയാണ്, ഞാൻ എന്തായാലും ലക്ഷ്യം മാറാൻ തയ്യാറല്ല, നിങ്ങളെ ലക്ഷ്യം മാറ്റി പോവുക, നിങ്ങൾ യഥാർത്ഥ ലക്ഷ്യത്തിലൂടെ യാത്ര ചെയ്യുക. കപ്പലിലുള്ള ആള് വീണ്ടും ഒരു അഹങ്കാര സ്വരത്തോട് പറയാണ്. കാരണം ഇയാള് മൊത്തത്തില് രണ്ടാമത് ഇയാൾ ആ ഒരു വാർത്ത കേട്ടപ്പോ, ഒരു സംസാരം കേട്ടപ്പോ ഇയാൾക്ക് അഹങ്കാരം വരികയാണ്. എന്നോട്, ഞാനൊരു ആഡംബര കപ്പലിന്റെ ഒരു കപ്പിത്താനാണ്, എന്നോടാണ് ചെറിയൊരു മത്സ്യബന്ധനം ബോട്ടിലുള്ള ഒരാൾ പറയാണ് നിങ്ങൾ വഴിമാറി പോവാൻ. ഇയാൾ വീണ്ടും പറയാണ്, വളരെ ആക്രോശിച്ചുകൊണ്ട് ഇയാൾ പറയാണ്, നിങ്ങളുടെ ബോട്ട് തകരും, ഇത് വലിയൊരു ആഡംബര കപ്പലാണ്, ഈ കപ്പലിൽ നിങ്ങളുടെ ബോട്ടിൽ ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോട്ട് തകരും.
എല്ലാം തരിപ്പണമാവും. അതുകൊണ്ട് നിങ്ങൾ വഴിമാറി പോവുക, ഞാൻ വഴിമാറാൻ തയ്യാറല്ല എന്ന് ഇയാൾ പറയാണ്. വീണ്ടും അവിടുന്ന് വരികയാണ്, നിങ്ങൾ മാറിപ്പോവുക, ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾ വഴി മാറിപ്പോവുക. ഒറ്റ സെക്കൻഡ് ലൈൻ, 2 ലൈനിലെ മറുപടി മാത്രമേ ഉള്ളൂ. പിന്നെ 3-ാമത്തെ തവണ ഇയാൾ പറയുന്നത് വളരെ ദേഷ്യം കയറി, ദേഷ്യവും അഹങ്കാരവും അഹംഭാവവും എല്ലാം കയറിക്കൊണ്ടാണ് ഇയാൾ പറയുന്നത്, നിങ്ങൾ വഴി മാറിപ്പോയില്ലെങ്കിൽ എന്റെ കപ്പൽ നിങ്ങളുടെ മത്സ്യബന്ധന ബോട്ടിൽ ഇടിക്കും, അത് തരിപ്പണമാകും, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇതിനകത്ത് ഞാൻ ഹോപ്പ്ലെസ് ആണ്, ഹെൽപ്ലെസ് ആണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഇയാൾ പറയുമ്പോഴാണ് 3-ാമത്തെ തവണ അപ്പുറത്ത് മറുപടി പറയാണ്, മിസ്റ്റർ, ഇത് ലൈറ്റ് ഹൗസ് ആണ്, നിങ്ങളുടെ ദിശ തെറ്റാണ്, നിങ്ങൾ പോകുന്ന ദിശയാണ് തെറ്റ്, നിങ്ങളാണ് വഴിമാറിപ്പോണ്ടത്. ഈ ലൈറ്റ് ഹൗസിന് നേരെ നിങ്ങളുടെ കപ്പൽ വന്ന് ഇടിച്ച നഷ്ടമുണ്ടാകുന്നത് നിങ്ങൾക്കാണ്, നിങ്ങളുടെ കപ്പൽ തകരും. ഇനി എന്ത് വലിയ ആഡംബര കപ്പലാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ലക്ഷ്യം തെറ്റാണെങ്കിൽ, നിങ്ങളുടെ ദിശ തെറ്റാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കപ്പൽ തകർന്നിരിക്കുമെന്ന്. ഈ കഥയിൽ വല്ലാത്തൊരു ഒരു ബോണ്ട് ഉണ്ട് അല്ലെ? നിങ്ങൾ മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. എന്താണ്? നമ്മുടെ ലക്ഷ്യം തെറ്റാണെങ്കിൽ, നമുക്ക് ദിശയില്ല എങ്കിൽ, നമ്മൾ ഒരിക്കലും പോകുന്നത് മുന്നോട്ടാണെങ്കിലും ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തൂല. ദിശ അറിയണം അല്ലെ? നിങ്ങൾ ആരെങ്കിലും, ഞാൻ ഇത്രയും പേരെ ഏകദേശം എത്ര കൗണ്ട് ഉണ്ട്? 320 കൗണ്ട്സ്. ഓക്കെ, ഈ 320 ആളുകളെയും കൂട്ടിയിട്ട് ഞാൻ പറയാണ്, ഈ 320 എംപവറിന്റെ പില്ലേഴ്സിനെ കൂട്ടിയിട്ട് നമുക്കൊരു യാത്ര പോവാം. അപ്പൊ ചോദിക്കട്ടെ, എന്താണ് യാത്ര? ഏതിലാണ്? ഫ്ലൈറ്റിൽ പോവാം. ഞാൻ പറയാണ്, ഫ്ലൈറ്റ് ഒരു കണ്ടീഷൻ ഉണ്ട്, ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റിന് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്ന് അറിയില്ല, എങ്ങനെയാണ് പോകേണ്ടത് എന്ന് അറിയില്ല. നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി, എന്തെങ്കിലുമൊക്കെ അയാൾ ചെയ്തു കൂട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചിട്ട് വരുമോ? പ്രവീൺ സാർ, വിശ്വസിച്ചിട്ട് വരുമോ? നിങ്ങൾ എന്താ ചെയ്യുക? എത്ര പേര് വരും? കുഴപ്പമില്ലാതെ ദിശ എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെ പോകുന്നതല്ലേ, ഇൻ കേസ് ഞാൻ ഡൈവ് ചെയ്ത് പോകും, ആരെങ്കിലും പറയുന്നവരുണ്ടോ? അല്ലെ, നമ്മുടെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ ഹോസ്റ്റസ് പറയുന്നത് കാണാം, നിങ്ങൾ ഫ്ലൈറ്റ് ഇൻ കേസ് ഇടിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പൊട്ടുവാണെങ്കിൽ ഇതെടുത്ത് മൂക്കിൽ വെക്കുക, ഇതെടുത്ത് തുള്ളുക എന്നൊക്കെ പറയും. സത്യത്തിൽ ഫ്ലൈറ്റിൽ പോയവർക്ക് അറിയാം, ഇത് ഒന്ന് ഇടിക്കാൻ ഒന്ന് ഒലയാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പം പോകും നമ്മുടെ ശ്വാസം അല്ലേ? അപ്പൊ നമ്മൾ തീർന്നു, അയ്യോ നമ്മുടെ കാറ്റ് പോയി, നൈട്രജൻ പോയ ബലൂണ് പോലെയാവും അല്ലെ? പിന്നെ ഇതൊക്കെ വെക്കാനോടെ സമയം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് സ്ഥലം അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയില്ല, എവിടത്തേക്കാണെന്ന് അറിയില്ല, ഇവിടുന്ന് പറക്കും, അത് ഉറപ്പാണ്, പറക്കാൻ മൂപ്പർക്ക് അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ വരൂല, താൻ വേണേ ഒറ്റയ്ക്ക് പോയിക്കോളൂ അല്ലെ? അങ്ങനെയല്ലേ പറയാ? ഇതാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് പേർപ്പസ്ഫുൾ ജേർണി ആയിരിക്കണം, ലക്ഷ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഗസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ നഷ്ടപ്പെടുത്തുകയാണ്, നമ്മളെ നഷ്ടപ്പെടുത്തുകയാണ്. എല്ലാവരോടും ഞാൻ പറയാണ്, നിങ്ങൾ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് എഴുതി പഠിച്ച ആരെങ്കിലും ഉണ്ടോ? എഴുതി പഠിച്ചവരാരെങ്കിലും ഉണ്ടോ? ചാറ്റ് ബോക്സ്. സ്വർഗത്തിലേക്ക് ഒരു യാത്ര. യെസ്, അത് തന്നെയാണ്. ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് ഒരു പെന്ന് ബുക്കൊക്കെ ഉപയോഗിച്ചിട്ട് പഠിച്ചവരാരെങ്കിലും ഉണ്ടോ? എന്നൊരു കാര്യം ചെയ്യും, 1 മിനിറ്റ് സമയം തരാം, എല്ലാവരും ഒരു പെന്ന്, ഒരു ബുക്ക്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പേപ്പർ എങ്കിലും നിങ്ങളുടെ കയ്യിൽ കരുതുക. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേപ്പർ, ഒരു പെന്ന് കരുതുക. നിങ്ങൾ എടുത്തതിന് ശേഷം ഒരു യെസ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്തായാലും നിങ്ങൾ 7 മണിക്ക് വന്നിട്ട് ഇരിക്കുന്നുണ്ട്, ഞാനും 7 മണിക്ക് വന്നിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടണം. അഷ്റഫ് സാർ അങ്ങനെയല്ലേ? എന്തെങ്കിലും കിട്ടണ്ടേ? വെറുതെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, പെണ്ണെടുത്ത് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. പക്ഷെ ഞാൻ നോട്ട് ചെയ്യാൻ പറയുന്നിടത്ത് നിങ്ങൾ ഉറപ്പായിട്ട് നോട്ട് ചെയ്തിരിക്കണം. ബാക്കി നിങ്ങൾക്ക് മെമ്മറിയിൽ ലോഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, നിങ്ങളെ റാം റോം ഒക്കെ അടിപൊളിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്യുക. ഞാൻ നോട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലാസ് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടും. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സംഭവം കിട്ടും. അതുപോലെ തന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും അമീൻക ഇവിടെ ഉണ്ട്. അമീൻക എന്നൊക്കെ പറയുന്നത് എംപവറിന്റെ പില്ലർ ആണ് അല്ലെ? മെയിൻ പില്ലർ ആണ്. ആള് എന്താ പറയുന്നത്, എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങളെ ഒന്ന് എക്സൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ലാസ്റ്റ് നിങ്ങൾക്ക് വലിയൊരു ബോംബൊക്കെ പൊട്ടിക്കാനുണ്ട് ഇവിടെ. അപ്പൊ എല്ലാവരും നല്ല ഉഷാറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അമീൻക അത് ചെയ്യും, അല്ലെങ്കിൽ അമീൻക ചെയ്യൂല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തന്നെ അല്ലേ അമീൻക? ഓക്കെ,
നമുക്ക് ഗസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ്, ഗസ് ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത്. ഗസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും അല്ലെ? എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഒരു ഐഡിയ ഇല്ലാത്തൊരു സംഭവമായിരിക്കും. കമ്പാരിസൺ ഉണ്ടാവും. നമുക്കൊരു യാത്ര പോകാൻ വേണ്ടിയിട്ട് ഒരു ഗസ്സിങ്ങിലൂടെ ഒരു യാത്രയാണെങ്കിൽ ചില ആൾ സോളോ ട്രിപ്പ് എന്നൊക്കെ പറയും. എന്നിട്ട് അവരെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ നല്ല രസമായിരിക്കും. പക്ഷെ ആ യാത്രയിൽ അവർ ചെയ്യുന്ന ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അവർ സ്ട്രഗിൾ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അവർ ഗസ് ചെയ്ത് പോവാണ്. ഒരു യാത്ര എന്ന് പറയുന്നത് ഗസ് ചെയ്ത് പോവാണ്. നമുക്ക് അങ്ങനെയാണ് അല്ലെ? നമുക്ക് ചില കാര്യങ്ങൾ അത് ചെയ്താൽ ശരിയാവുമോ, അത് വർക്കാവോ, അത് പറ്റുമോ, അതിനെന്തെങ്കിലും ഐഡിയ ഉണ്ടോ, സ്കോപ്പ് ഉണ്ടോ അല്ലെ? നമുക്ക് അത് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് അറിയോ? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് പഠിക്കണം? നിങ്ങൾക്ക് ആർക്കും അനുഭവം ഉണ്ടായിട്ട് പറയണം കേട്ടോ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് പഠിക്കണം നോക്കുമ്പോഴാണ് കൂട്ടുകാരിൽ ഒരുത്തൻ റിസർച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിൽക്കാണ്. എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു CA ആവണമെന്നാണ് എന്റെ ഇഷ്ടം. പക്ഷെ കൂട്ടുകാരെ റിസർച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിൽക്കാണ്. ഡാ, നമുക്ക് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഡോക്ടർ ആവാട്ടാ. കിട്ടില്ല. ഡോക്ടർ ആയി കഴിഞ്ഞാൽ നീ ചിന്തിച്ചു നോക്ക്, ആ കോട്ടൊക്കെ ഇട്ട് ആ സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് അവന്റെ ആഗ്രഹത്തിന്റെ കൂടെ നമ്മൾ പോവാണ് അല്ലെ? അല്ലെങ്കിൽ എന്റെ ആഗ്രഹം എന്തായിരിക്കും? എനിക്ക് നല്ലൊരു ഡോക്ടർ ആവണം എന്നാണ്. എന്നാൽ വീട്ടിൽ നിന്ന് പറയാണ് നീ ഡോക്ടർ അല്ല, എനിക്കിഷ്ടം നീ വലിയൊരു അക്കൗണ്ടന്റ് ആയിട്ട് കാണണം എന്നാണ്, അല്ലെങ്കിൽ നീ ഒരു ലോയർ ആയിട്ട് കാണണം എന്നാണ്. അങ്ങനെ എത്ര പേര് പഠിച്ചിട്ടുണ്ട്? കൂട്ടുകാർ അത് പഠിക്കുന്നത് കൊണ്ട് അവന്റെ കൂടെ ഇരിക്കാൻ, അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരുമിച്ചുള്ള യാത്രക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കോളേജ് അവൻ തിരഞ്ഞെടുത്ത ഒരു കോളേജിൽ യാത്ര ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? അവൻ തിരഞ്ഞെടുത്തതുകൊണ്ട് എന്റെ സ്കൂൾ ലൈഫ് അവന്റെ കൂടെയായി. അങ്ങനെ പഠിച്ചവരാരും ഉണ്ടോ? ആരുമില്ല. എല്ലാവരും സ്വയം ഇഷ്ടപ്രകാരം പഠിച്ചവരാണ് അല്ലെ? ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ പെട്ടെന്ന് ജയിക്കാം. ഓക്കെ, ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ പെട്ടെന്ന് ജയിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് അനസ് അബ്ദുള്ള CA മോഹം ഉപേക്ഷിച്ചിട്ട് ഹ്യൂമാനിറ്റീസ് എടുത്തു. ഇതാണ് ഒരു തമാശ പറഞ്ഞതാട്ടോ. നമ്മുടെ അവസ്ഥ ഇതാണ്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യും അല്ലെ? നമ്മുടെ സേഫ് സോണിൽ ഇങ്ങനെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. സേഫ് സോണിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മുട്ടയുടെ ഷെല്ല് പോലെയാണ് അല്ലെ? മുട്ടയുടെ ഷെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ടയ്ക്ക് 2 ഭാഗമുണ്ട്. ഒന്നുകിൽ അത് കേടായിട്ട് അത് പുറത്ത് വരാതെ പോകും. സെക്കൻഡ് വൺ, അത് വിരിഞ്ഞ് അങ്ങൊരു കുഞ്ഞായിട്ട് അല്ലെ, കുഞ്ഞു കോഴിയായിട്ട് അത് തിരിച്ചു വരും. തേർഡ് വൺ, അതിനെ വേറെ ആരെങ്കിലും ഇടിച്ച് പൊട്ടിച്ചിട്ട് വല്ല ഫ്രൈ ആക്കി കഴിക്കും. നമ്മളിതിൽ ഏതിലാണ് പെടേണ്ടത്? നമ്മൾ പെടേണ്ടത് ശരിക്കും നമ്മൾ സ്വയം നമ്മുടെ ഷെല്ല് പൊട്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിന് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ക്ലാരിറ്റി വേണം. ഇന്ന് നമുക്ക് ക്ലാരിറ്റിയെ കുറിച്ച് മാത്രം സംസാരിക്കാം. ക്ലാരിറ്റി എന്താണ്? ക്ലാരിറ്റി എന്ന് പറയുന്നത് നോയിങ് വാട്ട് യു വാണ്ട്, വൈ യു വാണ്ട് ആൻഡ് ഹൗ ടു ഗെറ്റ് ഇറ്റ്. എന്ത് വേണം, എങ്ങനെ വേണം, എങ്ങനെ കിട്ടും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. എന്ത് വേണം, എങ്ങനെ വേണം, എങ്ങനെ കിട്ടും അല്ലെ? ഞാൻ നിങ്ങളോട് പറയാണ്, നമുക്ക് ഇന്നിപ്പോ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം. എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കും അല്ലെ? നമുക്ക് ഇന്ന് ജയിച്ച ആളുകൾക്ക് ഒരു എക്സ്ട്രാ ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യാണ് എന്ത് ഗിഫ്റ്റ് കൊടുക്കും. സ്വാഭാവികമായിട്ട് നല്ലൊരു വാച്ച് കൊടുക്കാമെന്ന് തീരുമാനിച്ചു അല്ലെ? എന്ത് വേണം എന്നുള്ളതായല്ലോ. പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. എന്ത് വേണം എന്നായല്ലോ. ഇനി സെക്കൻഡ് വൺ, എങ്ങനെ കിട്ടും അല്ലെ? എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. എങ്ങനെ കിട്ടും? നമ്മൾ പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഇന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ വാങ്ങിക്കണം എന്നുള്ളതാണ്. അത് തേർഡ് വൺ, എന്തിനത്, എന്തിനു വേണ്ടിയിട്ട്, ഇതിനൊരു പേർപ്പസ് വേണ്ടേ? എന്തിനാണ് ഈ വാച്ച് വാങ്ങിക്കുന്നത്? ഒരു പേർപ്പസ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുമ്പോഴാണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്തിനു വേണ്ടി. നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എങ്ങനെ, എന്തിന്, എങ്ങനെ കിട്ടും അല്ലെ? ആർക്ക് വേണ്ടി. നമ്മുടെ ലൈഫ്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ലൈഫ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമുക്കൊരു ചിന്ത വേണം. നമ്മുടെ ലൈഫ് മറ്റുള്ളവർക്ക് വേണ്ടി ഓമിച്ചിട്ട് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് 70-80 വയസ്സിൽ ചാരി കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പറയും, നിനക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങനെ ജീവിച്ചിട്ടോ, അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ ഇങ്ങനെ ജീവിച്ചിട്ടോ, ഉമ്മയുടെ സന്തോഷം അല്ല ഉപ്പാന്റെ സന്തോഷമൊക്കെ ഒഴിവാക്കിയത് നിനക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? മക്കള് പറഞ്ഞിട്ടോ നിങ്ങളെ സന്തോഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്? പറഞ്ഞോ? നിങ്ങളാണ് തീരുമാനം എടുത്ത് നിങ്ങളെ സന്തോഷം വേണ്ട എന്ന് അല്ലെ? നിങ്ങൾ ചെയ്ത പ്രശ്നമാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യാൻ പഠിക്കുക. ബിസിനസ് പറയുന്നത് ജസ്റ്റ് പണം ഉണ്ടാക്കൽ മാത്രമല്ല. പണം എന്ന് പറയുന്നത് മെയിൻ ഘടകമാണ്. എന്നാൽ പണം ഉണ്ടാക്കൽ മാത്രം, അതിനകത്തൊരു ഇമോഷൻസ് ഉണ്ട്. ഓരോ ഇമോഷൻസിന് പുറത്താണ് നമ്മൾ പണം ഉണ്ടാക്കുന്നത് അല്ലെ? നമ്മൾ ആരെങ്കിലും പറ്റിച്ചിട്ടാണ് ഒരു പൈസ ഉണ്ടാക്കി എന്തായിരിക്കും അവസ്ഥ?
ഇന്ന് എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിട്ട് ഞാൻ എംപവറിൽ നിന്നിട്ട് കോയിൻ ഫോർജിന്റെ കൂടെ നിൽക്കുന്ന എന്താ, ഇതൊരു വിശ്വസനീയമായ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഒരു വരുമാനം ഉണ്ടായിക്കോട്ടെ അല്ലെ. വരുമാനം ഉണ്ടായതുകൊണ്ട് തെറ്റില്ലല്ലോ, ഉണ്ടോ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ നോക്കുക. വാട്ട് യു വാണ്ട്, എന്ത് വേണം, വൈ യു വാണ്ട് ആൻഡ് ഹൗ ടു ഗെറ്റ് ഇറ്റ്, എങ്ങനെ കിട്ടും. ഈ 3 കാര്യങ്ങൾ ക്ലാരിറ്റി നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കും? ഡിസിഷൻ എളുപ്പമാണ്, കോൺഫിഡൻസ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഷാർപ്പൻ, ലീഡർഷിപ്പ് വിഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനി ക്ലാരിറ്റിയെ നമുക്കൊരു ഫ്രെയിം വർക്ക് പോലെ ചെയ്യുകയാണെങ്കിൽ, ക്ലാരിറ്റി ഒരു ഫ്രെയിം വർക്ക് പോലെ ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു കോളം വരയ്ക്കുക, ജസ്റ്റ് ഒരു കോളം വരയ്ക്കുക. എന്നിട്ട് ക്ലാരിറ്റിയെ നമ്മൾ പൊളിക്കുകയാണ്. എങ്ങനെയാണ്? CLARITY എന്നിങ്ങനെ എഴുതി വെക്കുക. CLAR എങ്ങനെ എഴുതി വെക്കുക. ക്ലാരിറ്റി ഫ്രെയിം വർക്ക് ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് ക്ലാരിറ്റി ഫ്രെയിം വർക്ക് എന്ന് നമുക്ക് നോക്കാം. കൃത്യമായിട്ട് ഈ ഒരു ഫ്രെയിം വർക്ക് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ഫ്രെയിം വർക്ക് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് കാര്യത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടി പോവുകയാണെങ്കിലും നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ്. എല്ലാവരും വരച്ചോ? ഓക്കെ, ഈ C എന്ന് പറയുന്നത് ചൂസ് വൈസ്ലി. ഓക്കെ, ചൂസ് വൈസ്ലി. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യം പ്രയോറിറ്റൈസ് ചെയ്യുക. എന്താണ് ഞാൻ ഇന്ന് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്ത് തീർക്കണം, ഇന്ന് ഞാൻ എത്ര ഫോളോ അപ്പ് ചെയ്യണം, എത്ര ക്ലയന്റിനെ ഞാൻ വിളിക്കണം എന്ന് നമ്മൾ കൃത്യമായിട്ട് ഇന്ന് ചെയ്ത് തീർക്കണം. നമ്മൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നേരെ പോയിട്ട് കിച്ചണിലോട്ട് പോയിട്ട് ഭാര്യയോട് ഇന്ന് എവിടെയെങ്കിലും പോകാനുണ്ടോ? കാരണം ഇന്നലെ സാറ് പറഞ്ഞിരുന്നു പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പൊ എവിടെയെങ്കിലും പോകാനുണ്ടോ? കറങ്ങാൻ വല്ലതും പോകാനുണ്ടോ? അല്ലെങ്കിൽ സാധനം വല്ലതും വാങ്ങിക്കാനുണ്ടോ? അത് പ്രയോറിറ്റി അല്ല എന്നല്ല, അത് പ്രയോറിറ്റി ആണ്. എന്നാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾ നോക്കി വെക്കുക. അതാണ് C for choose wisely. നിങ്ങൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൂ. പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, പ്രയോറിറ്റീസ് ഇല്ല എങ്കിൽ ആര് വിളിച്ചാൽ അവരെ കൂടെ പോകും. ആരാണോ വിളിക്കുന്നത് അവരെ കൂടെ യാത്ര പോകും. ഞാനിപ്പോ ഇവിടെ വിളിക്കുകയാണ്, ഒരാളെ വിളിക്കുകയാണ്, പ്രവീൺ സാറിനോട് ഞാൻ പറയാണ് വെറുതെ പോവാ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവാന്ന് പറഞ്ഞാൽ ആൾ എന്റെ കൂടെ വരും. എന്താണ്? അന്നത്തെ ദിവസം ഒരു പരിപാടിയില്ല, ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഞാൻ എന്റെ ഉദ്ദേശം എന്താണ്? ഇന്ന് കൊണ്ടോട്ടിയിൽ എനിക്കൊരു ക്ലയന്റിനെ കാണണം, ക്ലയന്റിനോട് സംസാരിക്കണം, എന്റെ ബിസിനസ് പ്ലാനുകൾ പറയണം. എന്നാൽ പ്രവീൺ സാറിനെ സംബന്ധിച്ചിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, ആൾക്ക് ഇന്നൊരു പ്ലാനും ഇല്ല. സോ ഞാൻ വിളിച്ചപ്പോ എന്റെ കൂടെ പോകുന്നു. എന്താണ് ആൾക്ക് കിട്ടിയ ബെനിഫിറ്റ്? എന്താണ്? ഒരു ബെനിഫിറ്റും ഇല്ല. ഉണ്ടോ? എന്തെങ്കിലും ബെനിഫിറ്റ്? ആർക്കാ ബെനിഫിറ്റ് ഉണ്ടായത്? ചിലപ്പോ ഒരു ചായ ഞാൻ വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഫുഡ് ഉച്ചക്കത്തെ ലഞ്ച് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. വൈകുന്നേരം വരെ ആണെങ്കിൽ വൈകുന്നേരത്തെ ഒരു ചായയും കിട്ടും. അതൊരു ബെനിഫിറ്റ് ആയിട്ട് കൂട്ടാന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ബെനിഫിറ്റ് അതിനെ കൊണ്ട് ആൾക്ക് കിട്ടൂല. കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. ബെനിഫിറ്റ് ആയിരിക്കാണ് എനിക്കാണ്. നേരെ മറിച്ച് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തു. രാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ സുഹൃത്തിന്റെ കോള് വരുന്നതിന് മുമ്പ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക. ഇന്ന് ഞാൻ എത്ര ക്ലയന്റിനെ വിളിക്കും? നെറ്റ്വർക്ക് പ്രോബ്ലംസ് എല്ലാവർക്കും ഉണ്ടോ? കേൾക്കുന്നില്ലേ? ഇല്ല. PM അബ്ദൂട്ടി ജസ്റ്റ് നല്ല നെറ്റ്വർക്കുള്ള എടുത്തിരിക്കും. ഓക്കെ, അപ്പൊ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ജേർണലിംഗ് ചെയ്യുന്ന പോലെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യും. ഇന്ന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കും നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വിളിക്കുക അല്ലെ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റാറ്റസ് വീഡിയോ. എന്താണെന്നറിയോ? അല്ലടാ, എന്താ സംഭവം? സാധാരണ ഒരു ഗ്യാങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തൻ നന്നായിട്ടുണ്ടാവും, എന്നിട്ട് ഓൻ കാരണം നമ്മ നന്നാവും. എന്നാ ഇത് ഞാനും നന്നായിട്ടില്ല, എന്റെ കൂടെയുള്ളവനും നന്നായിട്ടില്ല, എല്ലാം ഇങ്ങനെ തന്നെ. എന്താ നമ്മൾ ഇങ്ങനെ എന്ന് പറയുന്ന ഒരു വീഡിയോ. സത്യത്തിൽ ആ വീഡിയോ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട സമയത്ത് എല്ലാവരും ചിരിച്ചു. അതിൽ മുസ്തഫാക്ക എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ആള് കുറച്ച് ഏജ്ഡ് ആണ്. ആൾ എന്നോട് വെച്ചു ഇതിന്റെ എന്താണ് ഇത് കോർ വാല്യൂ, ഉദ്ദേശം എന്താണ്? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നമ്മുടെ ലൈഫ് എപ്പോഴും രാവിലെ ആവുമ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക എന്താണ് എന്നുള്ളത്, എങ്ങനെയാണ് എന്നുള്ളത്. കാരണം എനിക്ക് ഒരു പണിയില്ലെങ്കിലും ഞാൻ ഫിറോസ് സാറിനെ വിളിച്ചിട്ട് ഞാൻ പറയും നമുക്ക് എവിടെയെങ്കിലും പോയാലോ. അപ്പൊ സോവായിട്ട് എന്നെ മുഷിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ആൾക്ക് ഇന്ന് 5 ക്ലയന്റിനെ വിളിക്കാനുണ്ട്, പ്രോസ്പെക്റ്റിനെ കാണാനുണ്ട്. എങ്ങനെ ഇപ്പൊ പറയാ വേണ്ടെന്ന്? ഓക്കെ, നമുക്ക് പോകാം അല്ലെ.
അത് മാറ്റി വെച്ചില്ലേ? എന്നിട്ട് നമ്മൾ പോയത് എവിടെ? കാക്കാര കടയിൽ പോയി നല്ലൊരു ചായ ഒക്കെ കുടിച്ച് അവിടുന്ന് വെറുതെ തമാശ പറഞ്ഞു, മറ്റുള്ളവരെ കുറിച്ച് രണ്ട് വർത്താനം പറഞ്ഞു, എന്നിട്ട് ഒരു പോർഷയോ അല്ലെങ്കിൽ ഒരു 911 എന്തെങ്കിലുമൊക്കെ പോകുമ്പോ നമ്മൾ പറയും, എന്തായാലും അവന്റെ ലൈഫ് സെറ്റാണ്. അമീൻക്കൊക്കെ ഇരിക്കുന്നുണ്ടോ? ആ ഗ്ലാസ് ഒക്കെ ഇട്ട് ഇരിക്കുമ്പോ എന്തൊരു ലുക്കാണ്, പോർഷെ ലുക്കിലെ. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക അല്ലേ? എന്നിട്ട് അപ്പൊ മറ്റവൻ പറയും, ആര്? ഈ പ്രോസ്പെക്റ്റിനെ കാണാനും ഫോളോ അപ്പ് ഇല്ലവനും പറയും എന്താണെന്നറിയോ? ശരിയാടാ, ഇതെല്ലാം പടച്ചോന്റെ ഒരു കളിയാട്ടാ. അല്ലെങ്കിൽ ഉള്ളവന്മാർക്ക് വീണ്ടും വീണ്ടും കൊടുക്കുമെന്നേ. നമ്മൾ ഇങ്ങനെ ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആ ചായയുടെ അവസാനം നോക്കിയിട്ട് ഒന്നും കൂടെ ഒരു വർത്താനം. ഇനിയിപ്പൊ ചായന്റെ പൈസ അല്ലേ, ഈ ചായന്റെ ഇവരൊക്കെ എന്തായിരിക്കും കുടിക്കണല്ലേ? എന്നിട്ട് ആ ചായക്കടക്കാരനെ ഉപമിക്കും, ഈ ചായക്കടക്കാരനെല്ലാം നന്നാവേണ്ട ഒരുത്തനല്ലേ അല്ലേ? എടാ മനുഷ്യൻ, ഞാൻ നന്നാവാതെ ഞാൻ എവിടെയും പോവാതെ എന്റെ കയ്യിൽ നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ട് അല്ലെങ്കിൽ നല്ലൊരു കോട്ട് ഉണ്ടായിട്ട് ഞാൻ അതിനകത്ത് കളിക്കാതെ അതിനകത്ത് വർക്കൗട്ട് ചെയ്യാതെ ഞാൻ വെറുതെ ഇങ്ങനെ മറ്റു പോകുന്നവന്റെ വണ്ടിയും നോക്കിയിട്ട് അവന്റെ പോർഷെ ലുക്കും നോക്കിയിട്ട് ഇരുന്നിട്ട് എന്തോന്ന് കാര്യം? ഞാൻ പണിയെടുക്കണ്ടേ? അല്ലാതെ ഞാനിങ്ങനെ ഇരുന്നോണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക, ചൂസ് വൈസ്ലി. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവർക്ക് വേണ്ടി ഹോമിക്കാതിരിക്കുക. ഫ്രണ്ട്സായിട്ടും കുടുംബമായിട്ടൊക്കെ ചില്ല് ഔട്ട് ചെയ്യണം, വേണ്ടെന്നല്ല. ഇതിന് പണം വേണ്ടേ? പണം ആര് തരും പണം? അഷ്റഫ് സാർ തരുമോ? എത്ര തരും? തന്നു കഴിഞ്ഞാല് ഞാൻ പെട്ടിരിക്കാണ്, എനിക്ക് പെട്രോൾ അടിക്കണം, 1000 രൂപ തരൂലെന്നോ? 1000 രൂപ തരും എന്ന് പറയാൻ പോയി, പിന്നീട് തരൂലെന്നാ പറയാൻ പോയത്. നിങ്ങൾ ആദ്യം തന്നെ ഇല്ലേ ഞാൻ തരൂലെന്ന്. ഓക്കെ, കൊടുക്കണ്ട. കൊടുത്തു കഴിഞ്ഞാൽ മാത്രല്ലേ വീണ്ടും വീണ്ടും ചോദിക്കുള്ളൂ, അല്ലെ സിദ്ദീഖ് സാർ? കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചോദിക്കും. ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വിളിക്കുകയാണ് അല്ലെ, ഞാൻ വിളിച്ചിട്ട് ഇല്ലാസ് സാറിനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇല്ലാസ് സാർ എനിക്കൊരു 1000 അയക്കോ, ഞാനിപ്പോ പെട്രോൾ പമ്പിലുണ്ട്, ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചയക്കാം. ഓക്കെ, 1000 അയച്ചു. 2 ദിവസം കഴിഞ്ഞ് എങ്ങനെയല്ലോ എനിക്കൊരു 1000 വന്നു, ഞാൻ 1000 വീട്ടി. ഇനി ഇല്ലാസ് സാറിന് 1000 ഇല്ലാസ് സാറിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതിന്റെ 1 മണിക്കൂർ ശേഷം വീണ്ടും ഞാൻ വിളിക്കുകയാണ്, ഇല്ലാസ് സാറെ പിന്നെ എന്താ ചെയ്യാ, എന്റെ അക്കൗണ്ട് വർക്ക് ആണില്ല, ഒരു 500 ഇങ്ങോട്ടേക്ക് ജിപേ ചെയ്യോ? അല്ലെ? ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കലേ നമുക്ക് പണിയുണ്ടാവുള്ളൂ. നമ്മളെ സംബന്ധിച്ച് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും, എന്നാൽ കൊടുക്കുന്നു എനിക്ക് തോന്നും 2 ദിവസം കഴിഞ്ഞാൽ അവൻ തരും അല്ലെ? കടം കൊടുക്കരുത്, ശത്രുക്കൾ ഉണ്ടാക്കരുത്. എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഇന്ന് വരെ ഞാൻ ഒരാൾക്കും കടം കൊടുക്കാറില്ല. ഞാൻ കടം കൊടുക്കാറില്ല. കൊടുത്തിട്ടുണ്ട് ഞാൻ വേണ്ടാന്ന് പറയും. എന്താണെന്നറിയോ? നാളെ അവൻ എന്നെ കാണുമ്പോൾ ഒളിച്ചു നടക്കും. ഞാൻ അവനോട് സന്തോഷമാണോ അല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദിക്കാൻ വേണ്ടി അവനെ നേരെ പോയി കഴിഞ്ഞാൽ അവൻ ഫസ്റ്റ് വന്ന് പറയുന്ന, ഓർമ്മയുണ്ട് ട്ടോ, തരും, കുറച്ച് പ്രശ്നങ്ങളാണ്, കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളാണ്, തരും. ഞാൻ അത് ചോദിക്കാനല്ല വന്നത്. ഞാൻ എന്തിനാ വന്നത്? നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ എങ്ങനെയുണ്ട് നിന്റെ ലൈഫ്, ഓക്കെ ആണോ, സെറ്റ് ആണോ, ഹെൽത്ത് ഓക്കെ ആണോ എന്ന് അറിയാൻ വന്നതാണ്. പക്ഷെ അവൻ വന്ന ഉടനെ കൈ പിടിച്ചിട്ട് പറയും, തരൂട്ടോ, 2 ദിവസം കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തരും. യെസ്, ഇവർക്കൊക്കെ അനുഭവം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് പെട്ടതെന്ന്. അല്ല, എല്ലാരും പെട്ടതാണ്. അപ്പൊ ഒരു സന്തോഷം. ഒരു മലയാളി എന്നുള്ള നിലക്ക് അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? കറണ്ട് പോയാൽ അങ്ങനെയല്ലേ? നമ്മൾ കറണ്ട് പോയാൽ പുറത്തേക്ക് നോക്കും. ആദ്യം നോക്കൽ എവിടത്തേക്കാണ്? ഡോർ തുറന്നിട്ട് ജനൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കും. അയൽക്കാരൻ രാജേട്ടന്റെ വീട്ടിൽ കറണ്ട് ഇല്ലട്ടാ, അപ്പൊ മൊത്തത്തിൽ പോയതാണ് അല്ലെ? രാജേട്ടന്റെ എന്റെയും വീട്ടിൽ ഒന്നിച്ച് ഫ്യൂസ് അടിച്ചു പോയാൽ എന്ത് ചെയ്യും? നമ്മൾ KCB കാത്തിരിക്കുവോ? അപ്പൊ നമ്മൾ കടം കൊടുത്ത് വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ എന്താക്കുക, രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഈ പ്രയോറിറ്റൈസിൽ ആദ്യം കൊടുക്കാം. ഒറ്റയടിക്ക് കടം കൊടുക്കെന്ന് പറയല്ലേ സാർ? കടം വേണോ? ഒറ്റയടിക്ക് കടം കൊടുക്കരുത് എന്ന് പറയാം. അതിനാണ് ഈ പ്ലാറ്റ്ഫോം കോയിൻ ഫോർജ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കടം വാങ്ങിച്ച ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് നമുക്ക് വരുമാനം വരുന്നില്ല. വരുമാനം വരാത്ത ആരെങ്കിലും ഉണ്ടോ? വരുമാനം വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം, അമീൻക സംസാരിക്കട്ടെ. ആരെങ്കിലും ഉണ്ടോ കോയിൻ ഫോർജിൽ വന്നിട്ട് പേയ്മെന്റ് കിട്ടാത്ത അല്ലെങ്കിൽ ഫണ്ട് വരാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാവുന്നു. സോ ഒറ്റയടിക്ക് കടം കൊടുക്കരുത് എന്ന് പറഞ്ഞതല്ല. കടം കൊടുത്ത് ശത്രുക്കൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ നല്ലൊരു പ്ലാറ്റ്ഫോം അവർക്ക് ഉണ്ടാക്കിയിട്ട് അവർക്ക് ഏർണിങ്സ് ഉണ്ടാക്കാനുള്ള വഴി നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങളൊരു നല്ല സുഹൃത്താണെങ്കിൽ മാത്രം അല്ലെ? നിങ്ങൾ വിഷം കൊടുത്ത് കൊല്ലുന്നതിനേക്കാളും നല്ല എന്താണ്? നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കലാണ്, അല്ലെങ്കിൽ അയാളെ പട്ടിണിക്കിടലാണ് അല്ലെ? ഒരാൾ വിശന്നിട്ട് നമ്മളോട് ചോദിക്കാൻ എന്തെങ്കിലും കഴിക്കാൻ തരും, ഒന്നുകിൽ നിനക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇന്നലെ വന്നവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോ പൈസ ഒക്കെ വരുന്ന സമയത്ത് ഇന്ദിരാ മാം ഒരുപാട് സന്തോഷം വരും. കടം കൊടുക്കരുത്. ഓക്കെ, അതാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. അപ്പോ നിങ്ങൾ ഇനി വിശന്ന് വന്നവരാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം അല്ലെ? ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവരോട് സന്തോഷത്തോടു കൂടി പിരിയാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? എന്റെ കയ്യിൽ ഒന്നുമില്ലടാ, ഞാനും പട്ടിണിയാണ്,
എനിക്ക് എവിടുന്നേലും ഭക്ഷണം കിട്ടിയ എന്റെ നമ്പറും കൂടി എടുത്തോണ്ട് ഇന്നെ വിളിച്ചോ എന്ന് പറയാം. അല്ല നിങ്ങൾ വിഷം വാങ്ങിച്ചു കൊടുക്കോ? 10 രൂപയുടെ അല്ലെങ്കിൽ 20 രൂപയുടെ വിഷം നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കോ? അതുപോലെ തന്നെയാണ് ഈ കടം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആപത്ഘട്ടങ്ങളിൽ സഹായിക്കാം, പക്ഷെ തിരിച്ചു കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതൊരു ശത്രുവായിട്ട് മാറും. അത്രയോ തന്നെയാണ് പറയാനുള്ളത്. സോ സെക്കൻഡ് വൺ, ലേൺ കൺസ്റ്റന്റ്ലി. ലേൺ കൺസ്റ്റന്റ്ലി. സെക്കൻഡ് വൺ എന്താണ്? മാർക്കറ്റ് ആൻഡ് സെൽഫ് ലേണിംഗ്. നിങ്ങൾ മാർക്കറ്റ് പഠിച്ചുകൊണ്ടിരിക്കണം. എന്താണ് സംഭവിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോൾ നിങ്ങളെ 100 പ്രോസ്പെക്റ്റിനെ നിങ്ങൾ ക്ലോസ് ചെയ്യുന്ന സമയം കൊണ്ട് ഒരു 300 പ്രോസ്പെക്റ്റിനെ ഇപ്പുറം ക്ലോസ് ചെയ്ത ആളുകൾ ഉണ്ടാവും. ഞാൻ വലിയൊരു ഹ്യൂജ് എമൗണ്ട് പറയാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങളൊക്കെ വലിയ പുലികളായതുകൊണ്ടാണ് അല്ലെ. ഇന്നലെ തന്നെ അമീൻ സാറിന്റെ ഒരു വോയിസ് കേട്ട് 60 ആക്ടിവേഷൻ ഒക്കെ കൊണ്ടുവന്ന ആളുകൾ ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ പുലികളാണ്. അപ്പൊ 100 200 പറഞ്ഞാലൊന്നും ഒരു തെറ്റുണ്ടാവൂല. സോ പുതിയ ആളുകൾ വന്നിട്ട് ചിലപ്പോൾ പെട്ടെന്ന് പടപട അടിക്കുന്നുണ്ടാവും ആക്ടിവേഷൻ. ഒരേ ആക്ടിവേഷൻ ആയിരിക്കും, ഒരേ വെൽക്കം പോസ്റ്റർ വരുന്നുണ്ടാവും, അല്ല ഇൻകം പോസ്റ്റർ വരുന്നുണ്ടാവും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന മറ്റൊരു ചിന്തിക്കും, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാനും സെയിം പ്ലാറ്റ്ഫോമാണ്, എന്താ സംഭവിക്കുന്നത്? അതിനാണ് മാർക്കറ്റ് സ്റ്റഡിയും സെൽഫ് ലേണിംഗും. ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കുക. ഞാൻ എങ്ങനെയാണ് ഒരു ക്ലയന്റിനോട് സംസാരിക്കുന്നത്? നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക. എന്ത് പറഞ്ഞാൽ ആൾക്കാരുടെ നീഡ്സ് നിങ്ങൾ നോക്കുക. എന്താണ് ആൾക്ക് നീഡ്സ്, അത് നോക്കി നിങ്ങൾ സംസാരിക്കുക. അതിനാണ് മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. നിങ്ങൾ മരണ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഈ പ്ലാൻ പറയോ? അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. മരണ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും പറയോ? പ്രവീൺ സാർ മരണ വീട്ടിൽ പോയിട്ട് നിങ്ങൾ പറയോ പിന്നെ ഒരു അടിപൊളി പ്ലാൻ ഉണ്ട് രക്ഷപ്പെടാനെന്ന്? സ്വാഭാവികമായിട്ട് ഒന്നുകിൽ ആ ബോഡിയുടെ കൂടെ ഒരു ബോഡി കൂടി ആവും, അല്ലെ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോണ്ടി വരൂല. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കുള്ളൂ അല്ലെ. പിന്നെ നിങ്ങൾ കണ്ടാ പിന്നെ ജന്മത്തിൽ മിണ്ടൂല. എന്താ പറയാ? ഇപ്പം കച്ചവടമായിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറയും അല്ലെ. അങ്ങനെയല്ലേ പറയാ? സ്വാഭാവികമായിട്ടും നമുക്ക് ആ വിവരം ഉണ്ട് നമുക്ക് അല്ലെ. ആ ഒരു നോളജ് നമുക്കുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് എങ്ങനെയാണ് ഒരു കസ്റ്റമർ എടുത്ത് അല്ലെങ്കിൽ ഒരു ക്ലയന്റിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റിനെ കാണുമ്പോൾ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ഏതൊക്കെ രീതിയിൽ നമ്മൾ അറ്റയർ ഓക്കെ ആയിരിക്കണം, നമ്മളെ ഡ്രസ്സിങ് സ്റ്റൈൽ ഓക്കെ ആയിരിക്കണം. നമ്മൾ എന്താ പറയാ, വീട്ടിൽ നല്ല പെയിന്റ് ഒക്കെ അടിക്കുന്ന പോലത്തെ ഒരു ഡ്രസ്സ്, സാധാ ഒരു ലോക്കൽ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഒരു മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് സ്വാഭാവികമായിട്ടും ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് എന്തായിരിക്കും നമ്മളെ അയാളോടുള്ള ഇതെന്തായിരിക്കും? അറ്റാച്ച്മെന്റ് കുറവായിരിക്കൂലേ? നേരെ മറിച്ച് നമ്മൾ ഒരു ക്ലയന്റിനെ കാണുമ്പോൾ ഒരു 2 സ്പ്രേ അധികം അടിച്ചോ, എന്താ കുഴപ്പമെന്താ? ഒരു 2 സ്പ്രേ അധികം അടിച്ചോ, കൈയൊക്കെ അടിച്ചോ, കൈ ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു സ്മെല്ല് തോന്നണം അല്ലെ. നിങ്ങളൊരു എന്റെ ഒരു മെന്റർ എന്ന് പറയാം, ആള് പറഞ്ഞത് ഒരു വലിയൊരു ഐഡിയ ആണ്. കയ്യിൽ സ്പ്രേ അടിച്ചിട്ട് ബിസിനസ് മീറ്റിങ്ങിന് പോവാ. കയ്യിൽ സ്പ്രേ അടിക്കുക. ഈ ബിസിനസ് മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് കൈ നന്നായിട്ട് കൊടുത്തിട്ട് ആളെ കൈ നന്നായിട്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കണം കേട്ടാ, വെറുതെ പറയണല്ല. കയ്യിൽ സ്പ്രേ അടിച്ചിട്ട് നിങ്ങൾ എന്താ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്താ ആളുടെ കൈ നന്നായിട്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് സംസാരിച്ചിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്യുക. റാപ്പോ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അയാളായിട്ട് ഒന്നുകൂടെ അടുക്കുക. സ്വാഭാവികമായിട്ട് നിങ്ങളൊരു പ്ലാൻ പറഞ്ഞിട്ട് പോയി അയാൾ അത് നെവർ മൈൻഡ് ആയിട്ട് വിട്ടു കഴിഞ്ഞാലും ഇയാൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇയാളെ മുഖത്തോട്ട് കൈ കൊണ്ടുവരും. മുഖത്തോട്ട് കൈ കൊണ്ടുവരാത്ത ഒരാളുമില്ല. ഇപ്പൊ തന്നെ നമ്മൾ ക്ലാസ്സിൽ എത്ര സമയം ഇങ്ങനെ ആക്കി. അപ്പൊ ഒരു സ്മെല്ല് വരുമ്പോഴാണ് ഇയാൾക്ക് പെട്ടെന്നൊരു ചിന്ത വരിക അല്ലെ, ഇതാ നേരത്തെ വന്ന ചെങ്ങായല്ലേ അല്ലേ, സംഭവം നല്ലൊരു ഐഡിയ. സിദ്ദീഖ് സാർ ചിരിക്കുകയാണ്, ഇനിയിപ്പൊ അതിനൊരു സ്പ്രേ വാങ്ങിക്കണല്ലോ. അതിനായിട്ടൊരു സ്പ്രേ വാങ്ങിക്കണം. നിങ്ങൾ വാങ്ങിക്കുന്ന സ്പ്രേ ജസ്റ്റ് ഒന്ന് സ്മെല് ചെയ്താൽ മതി. കാരണം ഇതൊരു നല്ലൊരു ടിപ്പാട്ടോ, നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കും. നല്ലൊരു ടിപ്പാണ്. കാരണം മറ്റുള്ളവർക്ക് മനസ്സിലാവും എന്താണ്, പെട്ടെന്നൊരു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ചില സ്മെല്ലുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യില്ല. ചിലപ്പോൾ നമ്മുടെ സുഹൃത്ത് വലയത്തിൽ ആരെങ്കിലും ഒരു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പ്രേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ലേ. ഇത് ഇന്ന ആളെ സ്മെല്ലാണല്ലോ അല്ലെ. പിന്നെ അയാൾ അല്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് കോട്ട് ചെയ്യുന്ന ഇന്ന ആളാണല്ലോ എന്ന് കോട്ട് ചെയ്യും അല്ലെ. അമീൻ കിട്ട ഒരു കണ്ണാടി നിങ്ങൾ ശ്രദ്ധിച്ചോ? റൈബാൻ ആണോ അമീൻക? അല്ല. ഓക്കെ, ആ കണ്ണാടി എവിടെയെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയാ, നമ്മൾ അമീൻക്ക് ഉപയോഗിക്കൽ ഇങ്ങനെ ഒരു കണ്ണാടിയാണല്ലോ അല്ലെ എന്ന് നമ്മൾ പറയൂലേ. നമ്മൾ ഒരാളെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്മെല്ല് നമുക്ക് ഉണ്ടായ ഇതേ ഒരു എഫക്റ്റ് ഇവിടെയും സംഭവിക്കും. ഒരു റിവാർഡ് അവിടെ സംഭവിക്കും എന്നുള്ളതാണ്. ഡോപ്പമിൻ കാര്യങ്ങളൊക്കെ റിവാർഡ് അവിടെ സംഭവിക്കും എന്നുള്ളതാണ്. ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞതാണ്. സോ മാർക്കറ്റ് സ്റ്റഡി ആൻഡ് സെൽഫ് ലേണിംഗ് നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് കരുതി 100% ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ പറയുന്നത് ശരിയാണ്, ഞാൻ ഓക്കെ ആണ് എന്ന് നിങ്ങൾ പറഞ്ഞ് ഇരിക്കുവാണേ നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുള്ളൂ. ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ പെർഫെക്റ്റ്, ഒരിക്കലും 100% ഒരാൾക്കും പെർഫെക്റ്റ് ആവാൻ പറ്റൂല.
പറ്റും എന്ന് പറയുന്നവര് ഒന്ന് റേസ് ഹാൻഡ് ചെയ്യും, നമുക്ക് ഡിബേറ്റ് ചെയ്യാം. പറ്റും എന്ന് പറയുന്നവരുണ്ടോ? ഒരിക്കലും പറ്റൂല. കാരണം മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ്സിലാണെങ്കിൽ മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ജീവിതത്തിലാണെങ്കിൽ നോളജ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് കേട്ടിട്ടുണ്ട് അല്ലെ? അതിന് സെന്ററിൽ വേറെന്തോ വന്നിട്ടുണ്ട്, ഓട്രോവേർട്ടോ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് സംഭവം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗം അല്ലാത്തതുകൊണ്ട് ഞാൻ അത് റിസർച്ച് ചെയ്തിട്ടില്ല, എനിക്കത് ആവശ്യമുണ്ട്. ഇൻട്രോവേർട്ടിനും എക്സ്ട്രോവേർട്ടിനും ഇടയിൽ ഒരു ടീം വന്നിട്ടുണ്ട്, ആംബിവേർട്ട്. അതാണോ പുതിയ കണ്ടുപിടിച്ചത്? പുതിയൊരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? നോളജ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ 96-ലെ ലാംബി സ്കൂട്ടർ പോലെ ഇങ്ങനെ ഇരിക്കുക. അതെന്താ? ഞാൻ 96-ലെ പുലിയാണല്ലോ, ഞാൻ പറഞ്ഞ കേൾക്കണല്ലോ, എന്താ കേൾക്കാത്ത അല്ലെ? ഞാൻ പറഞ്ഞ ഇത് സെറ്റ് ആവണല്ലോ എന്ന് പറഞ്ഞ നമ്മൾ ഇരുന്നിടത്ത് ഉണ്ടാവുള്ളൂ. പുതിയ നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, പുതിയ മാർക്കറ്റ് സ്റ്റഡി നമ്മൾ കൊണ്ടുവരിക, പുതിയ ടൂൾസ് നമ്മൾ കൊണ്ടുവരിക. എന്നാൽ മാത്രമേ നമുക്ക് ലൈഫിൽ നമ്മുടെ ബിസിനസ് ആണെങ്കിലും ലൈഫ് ആണെങ്കിലും വിജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ? ഇനി നമ്മുടെ ലൈഫിന്റെ കാര്യം നോക്ക്. നമ്മുടെ വീട്ടിൽ മുമ്പ് ബർത്ത്ഡേ സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു? ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ സ്റ്റാറ്റസ് ഇടുന്നതുകൊണ്ട് അയൽക്കാരെ മൊത്തം വിളിക്കേണ്ട അവസ്ഥയാണ് അല്ലെ? നമ്മുടെ കുട്ടീന്റെ ബർത്ത്ഡേ ഉണ്ടാകുമ്പോൾ അയൽക്കാരെല്ലാം സ്റ്റാറ്റസ് ആണ്. ഹാപ്പി ബർത്ത്ഡേ മോളു, ഹാപ്പി ബർത്ത്ഡേ അയൽക്കാരന്റെ മോളു, ഹാപ്പി ബർത്ത്ഡേ ഇന്നാളുടെ മോളെ, ഫുള്ള് സ്റ്റാറ്റസ് ആണ്. സ്വാഭാവികമായിട്ട് സ്റ്റാറ്റസ് ഇട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കണം, സ്റ്റാറ്റസ് കണ്ടതിന്റെ പേരിൽ എന്തെങ്കിലും കൊടുക്കണം അല്ലെ? ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ മാറിയില്ലേ? മുമ്പ് ബർത്ത്ഡേ സെലിബ്രേഷൻ എങ്ങനെ ആയിരുന്നു? എല്ലാം മാറി. വെഡിങ് എങ്ങനെയാണ്? ഇപ്പൊ ഒരു കല്യാണ ചെലവ് എങ്ങനെയാണ്? എല്ലാം മാറിയില്ലേ? നമ്മൾ പറയാണ് മുമ്പത്തെ പോലെ വേണ്ട, പണ്ടത്തെ പോലെ 2-4 ലൈറ്റ് അല്ലെ അഷ്റഫ് സാറെ? പണ്ടത്തെ പോലെ ഒരു 15 ലൈറ്റ് 4 ഭാഗത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞു നോക്ക്, അപ്പൊ ഒരു വിവരം വരും ഇങ്ങോട്ട്. മോന്റെ ആണെങ്കിൽ മോളെ ആണെങ്കിലും മഞ്ഞ കല്യാണം വേണം, വെള്ള കല്യാണം വേണം, റോസ് കല്യാണം വേണം, പിന്നെ വേറെന്തോ ഒരു കല്യാണം, അങ്ങനെ 4 കല്യാണം വേണം. പിന്നെ ലൈറ്റ് മഞ്ഞായിരിക്കണം മഞ്ഞ കല്യാണത്തിന്റെ സമയത്ത്. ഫുഡാണേ നല്ല 5-8 തരം ഫുഡ് വേണം അല്ലെ? അപ്പൊ നിങ്ങൾ പറയാണ് എന്റെ കാലത്ത് അതില്ലട്ടോ. എന്റെ കാലത്ത് ഒരു ചിക്കൻ ബിരിയാണി, കുറച്ച് സാലഡ്, ഒരു അച്ചാർ, പിക്കിള്, ഇത് മാത്രമേ ഉള്ളൂ അല്ലെ? ജിനാഫ് ബ്രോന്റെ അറബി കല്യാണം അതെ ഇനിയും വരാണ്ടല്ലേ? പഠിച്ചു വെച്ചോണ്ട്. ഓക്കെ, ഫാസ്റ്റ് ട്രാക്കിലില്ല ജിനാഫ് ബ്രോന്റെ കല്യാണക്കാണെന്ന് പറയുന്നത് കേട്ടു. November 8-ന് എന്തൊക്കെ കല്യാണമെന്ന് കണക്കൂട്ടി വെച്ചോളൂ കേട്ടോ. ഓക്കെ, അത് നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് കല്യാണം അതേപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കാന്നല്ല കേട്ടോ പറഞ്ഞത്. മാർക്കറ്റ് സ്റ്റഡി ചെയ്യാന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ പഴഞ്ചനായി പോകും അല്ലെ? നമ്മളെല്ലായിടത്തും കുടുംബത്തിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും നമ്മൾ പഴഞ്ചനായി പോകും. നമ്മളെല്ലാ സംഭവത്തിലും എല്ലാ ലുക്ക് അടിപൊളിയാക്കിയിട്ട് മാത്രം കൊണ്ട് കാര്യമൊന്നുമില്ല. ഉണ്ടോ? ലുക്ക് അടിപൊളിയാക്കിയതുകൊണ്ട് കാര്യമില്ല. നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഫോണിന് അപ്ഡേറ്റ് വരാറുണ്ട് അല്ലെ? എല്ലാ കാര്യത്തിനും അപ്ഡേറ്റ് വരാറുണ്ട്. നിങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നാൽ മാത്രമേ നടക്കുള്ളൂ. തേർഡ് വൺ, അലൈൻ വിത്ത് പേർപ്പസ് എന്നുള്ളതാണ്. അലൈൻ വിത്ത് പേർപ്പസ്. അലൈൻ വിത്ത് പേർപ്പസ്. ട്രെൻഡിന് പിന്നാലെ പോവാതിരിക്കുക. അഥവാ ഞാനിപ്പോ കോയിൻ ഫോർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വിജയിപ്പിക്കാൻ എന്ത് ചെയ്യണം, അതിനെ കുറിച്ച് പഠിക്കുക അല്ലെ? നമുക്ക് നല്ല ഫാസ്റ്റ് ട്രാക്ക് ലീഡേഴ്സ് ഉണ്ട്, 52 കിങ് മേക്കേഴ്സ് ഉണ്ട്. ഇവരെല്ലാരും വിളിച്ച 24/7 കിട്ടുന്നവരാണ് അല്ലെ? 24/7 എന്ന് പറഞ്ഞത് എമർജൻസി അത്യാഹിത വിഭാഗം പോലെ 1 മണിക്ക് 2 മണിക്കൊന്നും വിളിക്കരുത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിയിൽ പറയുന്നതാണ് 24/7. അതേപോലെ അപ്ലൈ ചെയ്യരുത്. എന്തായാലും അവരെ വിളിച്ചാൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഒരു സംസാരം അവരോട്, നമുക്കിത് വിജയിപ്പിക്കാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എന്തൊക്കെ ഐഡിയ നിങ്ങളുടെ അടുത്തുണ്ടോ അല്ലെ? എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്, ഇത് വിജയിക്കുമോ അല്ലെ? എന്തായാലും നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഐഡിയ വെച്ചിട്ട് അയാൾ മുന്നേറോ അല്ലെ? നിങ്ങളെ തോൽപ്പിച്ച് മുന്നേറാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ ഇതിനകത്ത്? ഒരു ഈഗോ ക്ലാഷ് ഒക്കെ നടന്നിട്ട് അങ്ങനെ ഉണ്ടോ? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം അല്ലെ? അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോ നമ്മൾ ട്രെൻഡിനെ ചേസ് ചെയ്യാതിരിക്കുക. കോയിൻ ഫോർജിൽ നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് ഒരാളെ യൂട്യൂബിൽ നോക്കുമ്പോഴാണ് പുതിയൊരു സംഭവം, 31-കാരൻ 1 മാസം കൊണ്ട് 10 ലക്ഷം ഉണ്ടാക്കി. അപ്പൊ കോയിൻ ഫോർജിനെ സൈഡാക്കി, എന്നിട്ട് അതിനെ കുറിച്ച് പഠിക്കാൻ ഇറങ്ങി അല്ലെ? ഇവിടെ നടക്കേണ്ട ബിസിനസ് കുത്തനെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഇവിടുന്ന് നിങ്ങളെ ലീഡേഴ്സ് വിളിക്കും, എന്താണ് ആക്ടിവേഷൻ ഒന്നും ഇല്ലല്ലോ, പ്രോസ്പെക്റ്റിനെ കാണാറില്ലേ, ക്ലയന്റ് ഒന്നും ഇല്ലേ? അപ്പൊ പറയും ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്, എനിക്ക് ചെറിയൊരു സംഭവം ഉണ്ട്, അതുകൊണ്ട് ബ്രേക്ക് എടുത്തിരിക്കും. സംഭവം എന്താണെന്ന് അറിയാം, ആള് വേറൊരു കാര്യത്തെ കുറിച്ച് പഠിക്കുകയാണ്. നിങ്ങൾ പഠിച്ചോളൂ, പക്ഷെ ഇത് ഒഴിവാക്കിയിട്ട് ഒന്നിനെ കൊന്നിട്ട് അതിനെ വളമാക്കിയിട്ട് വേറൊന്നിനെ നിങ്ങൾ ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അങ്ങനെ നിങ്ങൾ ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതും ഉണ്ടാവില്ല അതും ഉണ്ടാവില്ല. കാരണം നമ്മളെ ബ്രെയിനിൽ ഒരു പാറ്റേൺ രൂപപ്പെടും. എന്താണെന്ന് അറിയാം, ഒന്നിനെ തല്ലിക്കൊന്നിട്ട് വേണം അടുത്തത് വിജയിപ്പിക്കാനെന്ന്.
ഇനി അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അതിനെ തല്ലിക്കൊന്ന് മറ്റൊന്നിലേക്ക് എത്തും. അങ്ങനെ നിങ്ങൾ ഓരോന്നിലേക്കും നിങ്ങൾ മാറി മാറി മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല. അപ്പൊ ചോദിക്കും സാർ, അപ്പൊ ബിസിനസ് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഡോണ്ട് ചേസ് ട്രെൻഡ് എന്ന് പറയുന്നത് ഒന്നിനെ കൊന്നിട്ട് പോകണം എന്നുള്ളതിനാണ് നമ്മൾ അവിടെ താഴെ ഇടുന്നത്. ഒന്നിനെ കൊന്നിട്ടായിരിക്കരുത് മറ്റൊന്നിലേക്ക് പോകുന്നത്. നിങ്ങൾ അതിന്റെ കൂടെ ചെയ്തോളൂ. ഇപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഞാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്ന് വരുമാനം വരുന്നുണ്ട്, ഇതിന്റെ വരുമാനം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? അപ്പൊ നിങ്ങൾ എന്തൊക്കെ ട്രെൻഡിന് പിന്നാലെ ചേസ് ചെയ്തിട്ട് എല്ലാം ഒഴിവാക്കിയിട്ട് പോയിട്ട് സെറ്റ് ആവട്ടോ, നാളെ സെറ്റ് ആവും, നാളെ സെറ്റ് ആവും. എപ്പ സെറ്റ് ആവും? എപ്പ സെറ്റ് ആവും? നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾ ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒരു നോഡ്, ഇല്ലെങ്കിൽ ഒരു എസ് ഇട്. ബോറടിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളൊക്കെ വീഡിയോ ഓൺ ആയതുകൊണ്ട് എനിക്കും അടിപൊളിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, ഫുള്ള് ബ്ലാങ്കിൽ ഞാൻ ചുമരിനോട് സംസാരിക്കുന്ന പോലെ ഉണ്ടാവില്ല. ഓക്കെ 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 ഓക്കെ. ആർക്കും ബോറടിക്കുന്നില്ല. സന്തോഷം. താങ്ക് യു. സോ അപ്പോ നിങ്ങൾ ചേസ് ചെയ്ത് പോവാതിരിക്കുന്നതിന് പകരം നിങ്ങൾ എന്താക്കുക, ഇതില് വേൾഡിൽ തന്നെ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കോയിൻഫോർജ് അല്ലെ? കോയിൻഫോർജ് എന്ന് പറയുന്നത് ഞാൻ പഠിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, അത്യാവശ്യം നല്ല എന്താ പറയാ ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ ഫ്രീ അല്ലാത്ത ഒരു വെബിനാർ ഞാൻ എടുക്കാറില്ല. ഞാൻ എല്ലാം പെയ്ഡ് വെബിനാറാണ് എടുക്കാറ്. പക്ഷെ എംപവർ എന്റെ ഫാമിലി ആണെന്നുള്ളത് കൊണ്ട് എംപവറിൽ ഞാൻ ഇതുവരെ പെയ്ഡ് വെബിനാർ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പെയ്ഡ് അല്ലാത്ത വെബിനാറാണ് എല്ലായിടത്തും എടുക്കുന്നത്. പക്ഷെ എനിക്ക് സംഭവിക്കുന്ന എന്താണ്, ഞാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, അതിന്റെ കൂടെ ഇതും പോരട്ടെ, പണം വന്നോട്ടെ, പൈസ വന്നോട്ടെ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടല്ലോ. എന്തൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യാനുണ്ട്. എനിക്ക് പുറത്ത് ഒരാളെ വണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരാളെ നോക്കിയിട്ട് ആളുടെ അടുത്ത് നല്ല വണ്ടി ഉണ്ട് എന്ന് പറയുന്നതിന് പകരം ആ വണ്ടി സ്വന്തമാക്കാനുള്ള ഒരു ഇന്നർ ഒരു ഇന്നർ ലൈറ്റ് എനിക്ക് ഉണ്ടാക്കിക്കൂടെ? പൈസ ഇല്ലാതെ മേലോട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ വണ്ടി വരുമോ? അല്ല, എല്ലാം ശരിയാവും എന്നിട്ട് വീട്ടിൽ കയറി ഇരുന്നാൽ ശരിയാവോ? ഒന്നും ശരിയാവൂല. നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങാതെ പറ്റൂല. കർഷകൻ പാടത്തിറങ്ങിയിട്ട് ചെളി പുരളാതെ കർഷകൻ നെല്ലുണ്ടാക്കാൻ പറ്റൂല, അല്ലെങ്കിൽ മറ്റു വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂല. പറ്റുമോ? കോട്ടും സൂട്ടും ഇട്ടിരിക്കുന്ന കർഷകനെ നയിക്കുന്ന മുതലാളിയാണെങ്കിലും അവിടെ ഒരാൾ ചെളി പുരണ്ടത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന നെല്ലായാലും മറ്റു ധാന്യങ്ങളായാലും എന്താണെങ്കിലും ഒരാൾ ചെളി പുരണ്ടിട്ടുണ്ട്, ഒരാൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരാൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ഏതൊരു സിനിമയിൽ പറയുന്നില്ലേ, ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് പടച്ചോൻ ബിരിയാണി വായിൽ വെച്ച് വരുന്നവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നിടത്തേ ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രം പരിശ്രമിച്ചവൻ വിജയിച്ചു എന്ന് തന്നെയാണ് പല ഭേദങ്ങളിലും പറയുന്നത്. പരിശ്രമിച്ചവൻ വിജയിച്ചു. പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാണോ? യെസ്, ഡെഫിനറ്റ്ലി യു വിൽ വിൻ. അതർവൈസ് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. ഓക്കെ. റിഫ്ലക്ട് റെഗുലർലി. റിഫ്ലക്ഷൻ ടൈം നോക്കുക. റിഫ്ലക്ട് റെഗുലർലി. എല്ലാ തവണയും നമ്മൾ ഇതിന്റെ റിഫ്ലക്ഷൻ നമ്മൾ നോക്കണം. എങ്ങനെയാണ്, എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കുക. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കണം. ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെ, ഞാനിപ്പോ ഇതിനകത്ത് വന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ ടീമൊക്കെ പറയും, ഇവൻ വന്നു എന്തൊക്കെയോ പറഞ്ഞു, ഈ പ്ലാറ്റ്ഫോമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സംഭവമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഞാനിവിടെ വന്നിട്ട് വേറെ ഏതോ ഒരു സംഭവത്തെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണ്. ഞാൻ ബിസിനസ്സുമായിട്ട് ബന്ധമില്ല, ലൈഫുമായിട്ട് ബന്ധമില്ല, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഫിറോസ് വില്ലൻ എന്ന് പറയുന്ന ആ വില്ലൻ പുറത്തു വരും അല്ലെ. ഇനി എന്റെ പേര് ആരെങ്കിലും സജഷൻ അങ്ങനെയാണെന്നാണോ സിദ്ദീഖ? ഞാൻ ഒന്ന് മയപ്പെടുത്താൻ നോക്കുമ്പോ നിങ്ങൾ അതന്നെ രണ്ടടിച്ചാളിയാണ്. ഓക്കെ. അപ്പൊ ആ വില്ലൻ പുറത്തു വരും. എന്റെ പേര് നാളെ സജഷൻ വരുവാണെങ്കിൽ അല്ലെ, അമീനിക്കാവോ ഇല്ല സാർ ആരെങ്കിലും എന്റെ പേര് സജഷൻ വരുവാണെങ്കിൽ ആള് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു, എനിക്കും മനസ്സിലായിട്ടില്ല ആൾക്കും മനസ്സിലായിട്ടില്ല എന്ന രൂപത്തിലാവും അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ റിഫ്ലക്ഷൻ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ എന്താവും എന്ന് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അടുത്ത ടി ആണ്, ട്രാക്ക് പ്രോഗ്രസ്. ട്രാക്ക് പ്രോഗ്രസ്. ഈ ട്രാക്കിംഗ് എന്ന് പറയുന്നത് ആകെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഡെലിവറി വരുന്നതിന് മാത്രമാണ്. ആമസോണിലോ
DTDCയിലോ ഫ്ലിപ്കാർട്ടിലോ മീഷയിലോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അതിനുള്ള എക്സൈറ്റ്മെന്റ്, നമുക്കറിയാം എന്താ നമ്മൾ ഓർഡർ ചെയ്തതെന്ന്. ഒരു ഷർട്ടാണ്, പാന്റാണ്, ടോപ്പാണ്, മുടിക്ക് വെക്കുന്ന സാധനമാണ്, അല്ല മുടിയുടെ എക്സ്റ്റൻഷൻ ആണ്, നമുക്കറിയാം എന്താ ഓർഡർ ചെയ്തതെന്ന്. എന്നാലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്, കാത്തിരിപ്പാണ്. എന്നിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എവിടെ എത്തി? ഓ എത്തി, കൊൽക്കത്ത എത്തിട്ടോ. പിന്നെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കി, എവിടെ എത്തി? കൊൽക്കത്ത തന്നെ ഉണ്ടത്ര കേട്ടോ, അല്ലെ? വൈകുന്നേരം വീണ്ടും നോക്കൂ, കൊൽക്കത്തയിൽ നിന്ന് അത് വിട്ടെന്നറിഞ്ഞാൽ ഒരു സന്തോഷമാണോ? 2 ദിവസം കൊണ്ട് കിട്ടുമല്ലോ, അല്ലെ? എന്നിട്ട് വെറുതെ ഒക്കെ ഇരിക്കുമ്പോ കസ്റ്റമർ കെയറിൽ ഒന്ന് മെസ്സേജ് അയച്ചു വെക്കും, ഡെലിവറി നേരത്തെയാക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, ഇനി ഓപ്ഷൻസ്, എന്നിട്ട് മെസ്സേജ് അയക്കും. അപ്പൊ അവിടുന്ന് മെസ്സേജ് ചെയ്യും, സോറി കറക്റ്റ് ടൈമിലേ കിട്ടുള്ളൂ, പറ്റിയെങ്കിൽ 2 ദിവസം ലേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഒരു 2 ദിവസം ലേറ്റ് ആയിട്ടോ, എനിക്ക് വേണ്ട, ഞാൻ അത് ക്യാൻസൽ ചെയ്യാൻ പോകണം. എന്നാലും ക്യാൻസൽ ആക്കൂല, അല്ലേ? നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെയാണ്. പേയ്മെന്റ് അങ്ങോട്ട് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരനെ വിജയിപ്പിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ട്രാക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. സുഭാഷ് സാർ അങ്ങനെയല്ലേ? അല്ലേ? നമ്മള് മറ്റുള്ളവന്റെ ബിസിനസ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യാണ്. ട്രാക്ക് ചെയ്തിട്ട് അവൻ എവിടെ എത്തി, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, സ്റ്റക്ക് ആയിട്ടുണ്ടോ പ്രൊഡക്റ്റ്, നമ്മൾ പൈസ പോലും കൊടുത്തിട്ടുണ്ടാവൂല, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ പൈസ ക്യാഷ് ഓൺ COD ആയിരിക്കും, എന്നാലും നമുക്ക് ആ സാധനത്തിന് എന്തെങ്കിലും സംഭവിച്ചോ, സ്റ്റക്ക് ആയിട്ടുണ്ടോ, ഈ ടെൻഷൻ ആരാ വെക്കണ്ടേ? മനുഷ്യന്മാരെ, ഇത് ആരാണ് ഈ ടെൻഷൻ വെക്കണ്ടേ? ആരാ ട്രാക്ക് ചെയ്യണ്ടേ? എന്റെ സാധനം അവരുടെ അടുത്ത് എത്തിയോ, പൈസ കിട്ടിയോ, എനിക്കത് കിട്ടിയോ, ആരാ നോക്കേണ്ടത്? നിങ്ങൾക്ക് ആരാണോ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്തത് ആളാണ് നോക്കേണ്ടത്. ആളവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായി? ഇതേ ട്രാക്ക് പ്രോഗ്രസ് നമ്മുടെ ലൈഫ് ജേണിയിലും വേണം, നമ്മുടെ ബിസിനസ്സിലും വേണം. എന്തായി? ഞാൻ ഇന്ന് 5 പ്രോസ്പെക്റ്റിനെ കണ്ടു, നോട്ട് ചെയ്യുക. 5 പ്രോസ്പെക്റ്റിനെ കണ്ടു. ഒന്നാമത്തെ ആള്, പേഴ്സൺ നമ്പർ 1 എന്ത് പറഞ്ഞു, അയാൾ എന്താണ് എന്നോട് സംസാരിച്ചത്, പിന്നെ നോക്കാം, എഴുതി വെക്കുക, പിന്നെ നോക്കാം. സെക്കൻഡ് പേഴ്സൺ എന്ത് പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, എഴുതി വെക്കുക. തേർഡ് വൺ എന്താണ് പറഞ്ഞത്, ഇതിനേക്കാൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വേറെ ഉണ്ട്, എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെ ട്രാക്ക് ചെയ്യുക. ഇതിനെങ്ങനെ നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റും? പിന്നെ നോക്കാം എന്ന് പറഞ്ഞ ആളെ എങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പോ അയാളുടെ നീഡ് എന്താണ് നോക്കുക. എല്ലാത്തിലും ബേസിക് ആണ് നീഡ് എന്താണ് നോക്കുക. ആ നീഡിൽ നമ്മൾ കയറി പിടിക്കുക. അതുപോലെ തന്നെ പിന്നെ നോക്കാം എന്ന് പറയുമ്പോൾ അയാൾ ഇമോഷണലി നമ്മൾ എന്താക്കുക പറയാം. ഞാൻ ഈ ഒരു സൂമിലായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ പറയുന്നത്. കാരണം ഇത് ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഒരു യൂട്യൂബിലേക്ക് ഇടുകയാണെങ്കിൽ അതിന് താഴെ വരുന്ന കമന്റ് ഉണ്ട്, ഇവനെ പോലത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടാണ് കസ്റ്റമർ ഒക്കെ പിന്തിരിഞ്ഞു പോകുന്നത്, അല്ലെ? പല സ്റ്റാറ്റസിലും കാണാം, മോട്ടിവേഷൻ സ്പീക്കർ, ബിസിനസ് ട്രെയിനേഴ്സിന്റെ താഴെ കമന്റ് വരുന്ന കാണാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്റെ മെന്റാലിറ്റിയും നിങ്ങളുടെ മെന്റാലിറ്റിയും എല്ലാം ഒരു വിധം സെയിം ആണ്. ഇതെല്ലാം ഹോർമോണുകളുടെ കളിയാണ്, ഡോപ്പമിന്റെ കളിയാണ്, കോർട്ടിസോളിന്റെ കളിയാണ്. ഇതെല്ലാം ഇവരാണ് തീരുമാനിക്കുന്നത്. നമുക്ക് സന്തോഷം വരുന്നതിന് എത്ര വലിയ പൈസക്കാരനാണെങ്കിലും നിങ്ങൾക്കൊരു 20 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടി എന്ന് ഗൂഗിൾ പേയിൽ നമ്മൾ അയക്കുമ്പോൾ 20 രൂപ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ട്, അല്ലേ? 3 വെറ്റ സുഖം എന്നൊക്കെ പറയണ പോലെ ഒരു സന്തോഷം. 20 രൂപ കിട്ടിയില്ലേ? സത്യത്തിൽ അതിനേക്കാൾ അയാളുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടാവും, 2 ലക്ഷമൊക്കെ കിടക്കുന്നുണ്ടാവും, അല്ലെ? നമുക്ക് എന്നാൽ ആ 20 രൂപ കിട്ടുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അതെന്താണ്? അത് റിവാർഡാണ്, അത് ഡോപ്പമിൻ വർക്ക് ചെയ്യാണ്, കോർട്ടിസോൾ, ഡോപ്പമിൻ, ഇങ്ങനെ ഒരുപാട് ഹോർമോണുകളുടെ കളിയാണ്. സോ ഇതൊക്കെ ബിസിനസ്സിൽ വർക്കിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ നോക്കാം എന്ന് പറഞ്ഞ ആളെ എങ്ങനെ ക്ലോസ് ചെയ്യും? അടുത്തത്, ഇതിനേക്കാൾ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ക്ലോസ് ചെയ്യും? ആ ഓപ്പർച്യൂണിറ്റിയേക്കാൾ ഇതിനകത്ത് എന്തുണ്ട്, അല്ലെ? ആ ഓപ്പർച്യൂണിറ്റിയേക്കാൾ ഇതിനകത്ത് എന്തുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റണം. അപ്പൊ നമ്മൾ അതെ അല്ലെ, നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെ, അല്ല ശരിയാണ്, നിങ്ങൾ നന്നാവണമെന്നാണ് എനിക്ക് ആഗ്രഹം, അപ്പൊ ശരി ട്ടോ, ബൈ. പിന്നെ നിങ്ങൾ എന്ത് വാല്യൂ ആണ് നിങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നത്? എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നത്? നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി പഠിക്കുക കൃത്യമായിട്ട്. അങ്ങനെ പറഞ്ഞ ആളോട് അപ്പൊ ഫൈറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ അപ്പൊ നിങ്ങൾ പറഞ്ഞത് വിഡിത്താട്ടോ, അതിനേക്കാളും നല്ല ഓപ്പർച്യൂണിറ്റി ഇതാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ക്ലയന്റിന് തോന്നും, എന്റെ അടുത്ത് വന്നിട്ട് എന്നെ ഭരിക്കാൻ വേണ്ടി ഇവൻ ആരാ, അല്ലെ? സ്വാഭാവികമായിട്ട് നമ്മളെ ഭരിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല, നമ്മളെ ഭരണാധികാരികൾ ഭരിക്കുന്ന പോലും നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ ആര് ഭരിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. കാരണം അതങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളോട് അങ്ങനെ ഒരാൾ പറയുവാണെങ്കിൽ നമ്മൾ അപ്പം നോക്കാം, സാർ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, നമുക്ക് പിന്നെ എന്തായാലും സംസാരിക്കാം, സാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്പർ കൊടുക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് അറിയാം, നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുക. അതിനേക്കാൾ നല്ലത് ഇതാണ് എന്ന് അയാളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് പണി ചെയ്യണം?
നിങ്ങൾ നാളെ ഇതേപോലെ അതും കേട്ട് വീട്ടിൽ പോയി ഇരുന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അയാളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് സാർ എന്തായി പ്രോഗ്രസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രസ് അവിടെ സംഭവിക്കൂല. നിങ്ങൾ അങ്ങോട്ട് എന്താണോ കൊടുത്തത് അതാണ് പ്രോഗ്രസ് ആവേണ്ടത്. നിങ്ങൾ ഇട്ട വളമാണ് അവിടെ കായ്ച്ച് ഫലം നമുക്ക് കിട്ടേണ്ടത്. നിങ്ങൾ അവിടെ പോയി ജസ്റ്റ് ആളോട് സംസാരിച്ചു, ആള് പിന്നെ നോക്കാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല പ്രൊജക്ട് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കിപ്പോ ഫിനാൻഷ്യലി വലിയ ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അത് കേട്ട് നേരെ ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സാർ എന്തായി സാർ, ഓക്കെ ആണോ സാർ എന്ന് ചോദിച്ചാലൊന്നും ആള് ക്ലോസ് ആവൂല. ഓക്കെ ആവാൻ മാത്രം അയാൾക്ക് എന്ത് കൊടുത്തു? നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്തത്? നമ്മൾ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ പറയാം, കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ട്രാക്ക് പ്രോഗ്രസ്. ലാസ്റ്റ് വൺ, വൈ. ഒരിക്കൽ കൂടി പറയാമോ? ഒരിക്കൽ കൂടി. എന്ന് പറയുന്നത് അലൈൻ വിത്ത് പേർപ്പസ്. അലൈൻ വിത്ത് പേർപ്പസ്, ഡോണ്ട് ചേസ് ട്രെൻഡ്സ്. അലൈൻ വിത്ത് പേർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളതിനെ അലൈൻ ചെയ്ത് വെക്കുക. ഏതൊക്കെ ബിസിനസ് ഉണ്ടോ അതിനെ അലൈൻ ചെയ്ത് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. അല്ലാതെ നമ്മൾ ഇങ്ങനെ ചേസ് ചെയ്ത് അത് കഴിഞ്ഞ് അടുത്തയിലേക്ക് നമ്മൾ ടെമ്പിൾ റൺ കളിക്കുന്ന പോലെ പോയി 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 അവസാനം വലിയൊരു കുളമുണ്ടാവും. ആ കുളത്തിലോട്ട് നമ്മൾ വീഴും. എന്നിട്ട് പിന്നെ വന്നിരുന്ന എല്ലാ വഴിയും നമ്മൾ കുറ്റം പറയും. അത് പോരട്ടോ, അത് മോശമാണ്, അത് മോശമാണ്, ഇത് മോശമാണ്, അല്ലേ? നമ്മൾ കുളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ വന്ന വഴിയൊക്കെ മോശമാണ്. അതിനായിട്ട് ഒരുപാട് ഡീവിയേഷൻ വഴികൾ ഉണ്ടായിരുന്നു. റൈറ്റിലോട്ട് പോകാനുണ്ടായിരുന്നു, ലെഫ്റ്റിലോട്ട് പോകാനുണ്ടായിരുന്നു, പിന്നിൽ തന്നെ പോയ ഒരു വഴി അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മൾ പോകൂല. നമ്മൾ എന്താണ്? അലൈൻ വിത്ത് ചേസ് ദ ട്രെൻഡിന് പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കും. പോവുക, ഒന്നിനെ നിലനിർത്തിയിട്ട് അതിനെ പഠിച്ചിട്ട് ഓക്കെ ആക്കിയിട്ട് നമ്മൾ പോവാം. ഓക്കെ, ലാസ്റ്റ് വൺ, വൈ. ഈൽഡ് റിസൾട്ട്. ഈൽഡ്, YIELD, ഈൽഡ് റിസൾട്ട്സ്. അഥവാ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ഇതിന്റെ ഫലം നമ്മൾ കിട്ടുന്നത് നമ്മൾ ആഘോഷിക്കുക. ചെറിയ ഫലമായിരിക്കും. നേരത്തെ ആരോ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നലെ വന്നു 2 USDT കിട്ടിയെന്നോ എങ്ങനെയോ പറഞ്ഞൊരു മെസ്സേജ് ഞാൻ നേരത്തെ കണ്ടിരുന്നു. ഐ തിങ്ക് 2 USDT കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 2 USDT എങ്ങനെയോ കിട്ടിയെന്ന് പറഞ്ഞു. ആ 2 USDT നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. 2 USDT കിട്ടിയല്ലേ, യെസ്, എനിക്ക് പറ്റി. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഡോപ്പമിൻ സന്തോഷിക്കുന്നത്, അല്ലെ? നിങ്ങൾ 2 USDT കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ആ ചിന്ത ഒഴിവാക്കുക. ഇത് എല്ലാ കാര്യത്തിലും നമ്മൾ ഒഴിവാക്കണം. ഞാൻ നിങ്ങളോട് പേഴ്സണലി ഞാൻ പറയാണ്, നമ്മൾ ഒരു വീട്ടിൽ കടന്നുറങ്ങുവാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക, വീടില്ലാത്തവന്റെ സ്വപ്നമാണ് എൻ്റെ ഈ വീട്. നമ്മളൊരു സാധാരണക്കാരൻ്റെ ഒരു ബൈക്കിലോ അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ബൈക്ക് ഇല്ലാത്തവന്റെ സ്വപ്നമാണ്, അവന്റെ ജീവിതമാണ്, ജീവനാണ് ഈ വണ്ടി എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളൊരു ഓട്ടോയിലാണ് യാത്ര പോകുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ഓട്ടോ കാശില്ലാതെ യാത്ര പോകാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ എൻ്റെ കാറ് ഞാനൊരു സർവീസിന് വെച്ചു. കാറ് സർവീസിന് വെച്ചിട്ട് അവിടെ കൊടുത്തു. രാവിലെ ഞാൻ കൊടുത്തു. 8-8:30 അങ്ങനെ കൊടുത്തതാണ്. എനിക്ക് ഓഫീസിൽ പോകുന്നത് രാവിലെ ഞാൻ കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഏകദേശം 11 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഞാൻ പുറത്തിറങ്ങി ഓട്ടോയ്ക്ക് കൈ നീട്ടി. ഞാൻ ആദ്യം ചോദിച്ചു ഗൂഗിൾ പേ ഉണ്ടോന്നാണ്. രാവിലെ 8:30 മണിക്കായതുകൊണ്ട് ഫ്രീക്വന്റ് ഡ്രൈവേഴ്സ് ആരും വന്നിട്ടില്ല, എല്ലാം പ്രായമായവരാണ്. ഇല്ല, ആ സംഭവങ്ങളില്ല. പൈസ ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ല പൈസ ഇല്ല. എന്ത് ചെയ്യും? കാത്തിരുന്ന എന്റെ സമയം പോകും. ഞാൻ നടക്കാൻ തുടങ്ങി. വീണ്ടും ഞാൻ കൈ നീട്ടി. ഇല്ല, ഗൂഗിൾ പേയിൽ ഒരാളും ഇല്ല. ഞാൻ ഒരു കടയിൽ കയറിയിട്ട് ഞാൻ ചോദിച്ചു ഗൂഗിൾ പേയിൽ ഒരു 100 അയച്ചാൽ തരാമോന്ന്. ഞാൻ എന്തോ വലിയൊരു അപരാധം ചോദിച്ച പോലെ അയാൾ എന്നെ നോക്കി. എന്റെ അനുഭവം കേട്ടോ. ഞാൻ എന്തോ അപരാധം ചോദിച്ചതുപോലെ ഞാൻ പറഞ്ഞു സോറി, ഒന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ ശരി, തിരിച്ചു നടന്നു. അങ്ങനെ ഒരു 4-5 ഓട്ടോയ്ക്ക് ഞാൻ കൈ നീട്ടി. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഓട്ടോയ്ക്ക് കൈനീട്ടി ഞാൻ നിന്നാ എനിക്ക് എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല. ഞാൻ നടന്നു. എത്ര കിലോമീറ്റർ? 11 കിലോമീറ്റർ ഞാൻ നടന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഞാൻ നടന്നു? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പിന്നെയല്ലേ നിങ്ങൾക്ക്. ഞാൻ അവിടുന്ന് നടന്നിട്ട് ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഇത്രയും നടന്നു. ഞാൻ ആ വഴിയിലൂടെ എന്റെ കൂടെ ആര് യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എല്ലാവരോടും പറയും, കണ്ടോ ഇവിടം തൊട്ടിട്ട് ഞാൻ ഒരു സ്ഥലം വരെ നടന്നു, ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. എന്നിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ പറയും ഇവിടം വരെ ഞാൻ നടന്നു. ഞാൻ അഭിമാനത്തോടുകൂടി പറയാം. ഞാനത് സെലിബ്രേറ്റ് ചെയ്യണം. എന്തുകൊണ്ട്? എനിക്ക് നടക്കാൻ പറ്റും, അല്ലെ? പക്ഷെ ഞാൻ അപ്പൊ ചിന്തിച്ചൊരു കാര്യമുണ്ട്, കയ്യിൽ കാശുണ്ടായ എന്റെ തൊട്ടപ്പുറത്ത് നിന്ന കുറച്ച് ആളുകൾ ഓട്ടോയിലും ബസ്സിലും കയറി പോകുന്നുണ്ട്. അവന്റെ കയ്യിൽ കാശുണ്ടായിരുന്നു, എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. ഞാൻ ഡിജിറ്റൽ പേയ്മെന്റ് ആയിപ്പോയി, അല്ലെ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെയുണ്ട്. ഇതാണ് നമ്മൾ ഈൽഡ് റിസൾട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ റിസൾട്ട് നമ്മളെല്ലാം സെലിബ്രേറ്റ് ചെയ്യുക. എന്ത് റിസൾട്ട് ആണെങ്കിലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇനി നിങ്ങൾ ചെറിയൊരു കോളം വരയ്ക്കാം. കറക്റ്റ് 8 മണിയായിട്ടുണ്ട്.
നമുക്ക് ചെറിയൊരു കോളം വരക്കാം. MC എടുത്ത ടൈം കൂടി ഞാൻ എടുക്കാണ് കേട്ടോ. എന്റെ 1 മണിക്കൂർ ആണെങ്കിൽ MC എടുത്ത ടൈം എടുക്കണ്ടേ? അല്ലെ? അതല്ലേ ന്യായം? ജസ്റ്റ് ഒരു കോളം വരയ്ക്കാം. ഒരു കോളം വരച്ചിട്ട് ഒരു 3 കോളം വരയ്ക്കാം. ഇപ്പൊ എങ്ങനെയാ ഞാൻ കാണിച്ചു തരാം? ജസ്റ്റ് കാണിച്ചു തരണോ? ഒരു 3 കോളം വരയ്ക്കാൻ ഞാൻ കാണിച്ചു തരണോ? ഇതുപോലൊരു 3 എവിടെ ഇത്? ഇവിടെ ഒരു 3 കോളം വരയ്ക്കുക. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഒരു 3 കോളം നിങ്ങൾ വരയ്ക്കുക. ഇവിടെ ഒരു ചെറിയ രീതിയിൽ ഒരു സ്പേസ് വേണം കേട്ടോ. 3 കോളം, മെയിൻ ആയിട്ട് ഒരു 3 കോളം നിങ്ങൾ വരയ്ക്കുക. എല്ലാരും വരച്ചു കഴിഞ്ഞാൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക. വരച്ചു കഴിഞ്ഞാൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക. എല്ലാരും പെട്ടെന്ന് വരയ്ക്കുക കേട്ടോ. അമീൻകാക്ക് ഒരു സംഭവം പറയാനുള്ളത്, വരയ്ക്കുന്ന ടൈം ഞാൻ പറയാം, വെറുതെ ഇരിക്കണ്ടല്ലോ. ഞാൻ അടിവരയിട്ട് ഒന്നുകൂടെ പറയാണ്, കോയിൻ4ജ് നെഞ്ചോട് ചേർത്ത് വെച്ച ആളുകളാണ് നമ്മൾ, അല്ലേ? അതുപോലെ തന്നെ അമീൻക, ഇല്ലാസ്, കസീംക, ഷെഫ്ക, നമ്മളെല്ലാം ഇതിലേക്ക് വന്നവര്, നമ്മളെ മുറുകെ പിടിക്കുന്ന ലീഡേഴ്സ് ആണ് എല്ലാവരും, അല്ലെ? 3 മാസം നമ്മൾ പണിയെടുത്താൽ ഇന്ന് വന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊജക്റ്റിൽ നിന്ന് വന്നവരായിക്കോട്ടെ, ഏത് മേഖലയിലുള്ളവരായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലൈഫ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോ എങ്ങനെയാണേലും നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാം. ഓക്കെ, ഒരു 5-10 മിനിറ്റ് അധികമായ കുഴപ്പമുണ്ടോ? പ്രശ്നമുണ്ടോ? അമീൻക പ്രശ്നമുണ്ടോ? ആരും അനൗൺസ്മെന്റ് കേൾക്കാൻ തയ്യാറായതുകൊണ്ട് ആരും മുഷിഞ്ഞു പോകില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തായാലും അവസാനം വരെ നിൽക്കും. MC പറഞ്ഞതുപോലെ ഇത് കേട്ടിട്ടേ നിങ്ങൾ പോവുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം എടുക്കാം. ഓക്കെ, കം ടു ദ പോയിന്റ്. നിങ്ങൾ എന്താക്കാം, ഈ 3 കോളത്തിലും നിങ്ങൾ ഒരു കോളത്തിൽ കരിയർ എന്ന് എഴുതാം. കരിയർ, CAREER, കരിയർ. അടുത്തത് പേഴ്സണൽ ലൈഫ്. പേഴ്സണൽ ലൈഫ്. തേർഡ് വൺ ഇമോഷണൽ. എഴുതിയോ? എഴുതിയോ? നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയോ? ഇതിനെ ഒരു സൈഡിലായിട്ട് നിങ്ങൾ നൗ എന്ന് എഴുതാം. നൗ. എന്നിട്ട് കരിയറിൽ നിങ്ങൾ ഇപ്പൊ എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ എഴുതാം. നിങ്ങൾ ആരെയും കാണണ്ട, ആർക്കും കാണിക്കണ്ട. ഓക്കെ, കരിയറിൽ നിങ്ങൾ ഇപ്പൊ എന്താണ് എന്ന് എഴുതാം. നൗ നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് എഴുതാം. നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോ കുറച്ചാൾ ചോദിക്കും, ഓ നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട ഇപ്പൊ എന്നെ കുറിച്ച് എനിക്ക് അറിയാൻ, അല്ലേ സിദ്ദീഖ് സാറേ? സെക്കൻഡ് വൺ പേഴ്സണൽ ലൈഫ്. നിങ്ങൾ ഇപ്പൊ എവിടെയാണ്? പേഴ്സണൽ ലൈഫ്. കരിയർ വേറെ, പേഴ്സണൽ വേറെ ആണല്ലോ. പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ഇപ്പോഴെന്താണ്, എവിടെയാണ്, എന്താണ്? എവിടെയാണെന്ന് ഉദ്ദേശിച്ച ഇപ്പൊ വീട്ടിലാണ്, നാട്ടിലാണ്, ഗൾഫിലാണ്, UK യിലാണെന്നല്ല കേട്ടോ. നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ നിൽക്കുന്ന രീതി, നിങ്ങൾ നിൽക്കുന്ന സംഭവങ്ങൾ എന്താണ്? അഥവാ ഞാൻ അത്യാവശ്യം നല്ലൊരു മനുഷ്യനാണ്. ഓക്കെ, ടീച്ചർ. ഈ ടീച്ചർമാരോട് എനിക്ക് ഭയങ്കര ബഹുമാനം കേട്ടോ. കാരണം എന്താണെന്നറിയോ? ഞാൻ ഇപ്പോഴും അഭിമാനത്തോട് ഓർക്കുന്ന എന്റെ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഒന്നും ആവൂലെന്ന് പറഞ്ഞ കുറച്ച് ടീച്ചേഴ്സ്. എന്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് ആ സ്കൂളിൽ തന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകണം എന്നുള്ളത്. എന്നോട് ഒരു വട്ടം പറഞ്ഞു, പക്ഷെ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. അതിൽ 2 ടീച്ചേഴ്സ് മാത്രമാണ് എന്നെ ചേർത്ത് നിർത്തിയത്. ഇന്നും അവർ ആ സ്നേഹം കാണിക്കാറുണ്ട്. ബാക്കി എല്ലാവരും ഞങ്ങളൊക്കെ ബാക്ക് ബെഞ്ചേഴ്സ് ആയതുകൊണ്ട് നീ ഒന്നും ആവൂല, നീ ഒന്ന് എവിടെ എത്തി കാണൂല എന്ന് പറഞ്ഞവരുണ്ട്. എന്തായാലും അവരെക്കാൾ വലിയ ടീച്ചേഴ്സിനൊക്കെ ക്ലാസ് എടുത്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോ അല്ലെ, ദൈവത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ കളി എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പാണേ, നമ്മൾ വിജയിക്കണം എന്ന് ഉറപ്പാണേ നമ്മൾ വിജയിച്ചിരിക്കും. അല്ലെങ്കിൽ അതും കേട്ട് നമ്മൾ ഇരിക്കുവാണേ, ഇരുന്നിടത്ത് തന്നെ ഇരിക്കും, ഒന്നുകൂടെ താഴെ പോകും. അത്രേ ഉള്ളൂ. നമ്മൾ വിജയിക്കണം എന്ന് നമ്മൾ കരുതുക. അതിനെ നമ്മൾ ഈഗോ ആക്കിയിട്ട് എടുക്കാതെ, നെഗറ്റീവായിട്ട് എടുക്കാതെ, എന്നെ കൊണ്ട് പറ്റുമെന്ന് കരുതിയിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. അഭിമാനി, അത് തന്നെ. അത് കുറച്ച് അധികമാ. ആരെങ്കിലും പറഞ്ഞാൽ അത് ചെയ്ത് കാണിക്കണം എന്നുള്ള ഒരു അഭിമാനമുണ്ട്. ഓക്കെ, തേർഡ് വൺ
ഇമോഷണലി നിങ്ങൾ എഴുതാം. നിങ്ങളിപ്പോ എന്താണ്, അഥവാ കരയുന്ന ഒരു ടൈപ്പാണ്, എന്ത് കടപ്പ ഞാൻ കരയും, അല്ലെ എന്ത് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമല്ല കേട്ടോ, ഞാൻ ചിരിച്ചോണ്ടേയിരിക്കും. അമീൻ എണീറ്റ് പോയോ? ഇപ്പൊ എന്താ ഇല്ല, ഇപ്പൊ വരും. വരുമല്ലേ? ഓക്കെ ഓക്കെ, ലിസ്റ്റ് എടുക്കാൻ പോയതാ. ഓക്കെ ഓക്കെ, ഫൈൻ. അതന്നെയാണ് ഒരു നന്നാൻ വേണ്ടിയല്ലേ അന്ന് പറഞ്ഞത്. പക്ഷെ അന്നത്തെ ഒരു പ്രായത്തിൽ നമുക്ക് നന്നാൻ വേണ്ടി എന്ന് നമുക്ക് തോന്നൂല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇമോഷണൽ എന്നിടത്ത് നമ്മൾ എഴുതി. ഇനി അടുത്ത ഒരു വർഷം ഇതേ സംഭവങ്ങൾ നിങ്ങൾ എഴുതാം. അടുത്ത ഒരു വർഷം കരിയറിൽ ഞാൻ എന്താവും? നെക്സ്റ്റ് 1 ഇയർ താഴത്തെ കോളത്തിൽ എഴുതാം. നെക്സ്റ്റ് 1 ഇയർ, അടുത്ത ഒരു വർഷം നിങ്ങൾ എന്താവും? ഇത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഇതാണ്. വേണമെങ്കിൽ ഇതിന്റെ PDF വേണ്ടല്ലോ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതല്ലേ. നിങ്ങൾക്ക് PDF ഒന്നും കാണിച്ച് കുട്ടികളല്ലേ നിങ്ങളെ പഠിപ്പിക്കുക, നിങ്ങളൊക്കെ ബ്രില്യൻ ടീംസ് അല്ലേ. ഓക്കെ, അടുത്ത 1 ഇയറിൽ കരിയറിൽ ഞാൻ എന്താവും? അടുത്ത 1 ഇയറിൽ പേഴ്സണൽ ലൈഫിൽ ഞാൻ എന്താവും? ഒരു 10 മിനിറ്റ് ഒരു 15 മിനിറ്റ് അധികം ആയതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാല്ല. നോളജ് ആണല്ലോ കിട്ടുന്നത് അല്ലെ, ഒന്നും സംഭവിക്കൂല, ജസ്റ്റ് ടൈം ഒന്ന് മാറുന്നേ ഉള്ളൂ. അടുത്ത ഇമോഷണലി നിങ്ങൾ അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾ എന്താവും? അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾ ഇമോഷണലി എന്താവും? ഞാൻ തന്നെയാവും. ബട്ട് എക്സാമ്പിൾ എന്ന് ഉദ്ദേശിച്ചത് അടുത്തൊരു വർഷത്തേക്ക് ഇപ്പൊ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ്, എന്റെ വിഷമത്തെ ഓർത്ത് എന്നാണെങ്കിൽ അടുത്തൊരു വർഷത്തിൽ ഞാൻ കരയാതിരിക്കാൻ ശ്രമിക്കും എന്നാക്കണം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ഞാൻ തന്നെ പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മാറുമോ? നിങ്ങൾ പറയാം ഞാൻ എന്താവണം എന്ന് ഞാൻ ആഗ്രഹിക്കണ്ടേ? ഞാൻ നിങ്ങളുടെ എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ, രവി സാറിന്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്. പക്ഷെ ഇങ്ങനെ എഴുതണം എന്ന് എനിക്ക് പറയാൻ പറ്റൂല, നിങ്ങൾ എഴുതാം. ഓക്കെ, എന്താവണം നിങ്ങളുടെ ഇമോഷൻ എന്താവണം എന്നുള്ളത്. ഓക്കെ, 3 എഴുതി കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് 5 ഇയർ, അടുത്ത 5 വർഷത്തിലെ കരിയറിൽ ഞാൻ ആവും എന്താവും? എഴുതിക്കോ. അടുത്ത 5 വർഷം നിങ്ങൾ എന്താവും? എഴുതിക്കോ. ഇതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് വരിക. അടുത്ത 5 വർഷം നല്ല എഴുത്ത് എഴുതണം. ഇന്ന് എനിക്ക് വേണ്ടി സാറ് പറഞ്ഞതല്ലേ, അതുകൊണ്ട് വെറുതെ എഴുതാന്ന് പറയരുത്. ഈ എഴുതിയ സാധനം ഒന്നുകിൽ നിങ്ങൾ നല്ലൊരു DTP ചെയ്തിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. കാരണം നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ സഹോദരങ്ങളോ കാണുമ്പോൾ ചോദിക്കും ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നും എനിക്കാവണം, എനിക്കാവണം എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. വിഷൻ ബോർഡിന്റെ വേറൊരു ടൈപ്പാണ്. അടുത്ത 5 വർഷത്തിൽ കരിയർ ലൈഫിൽ എന്താവും, പേഴ്സണൽ ലൈഫിൽ എന്താവും, ഇമോഷണലി ഞാൻ എന്താവും എന്നുള്ളത്. ഓക്കെ, എല്ലാം എഴുതി വെച്ചില്ലേ? ഇനി ഒരു 3 ചോദ്യം ഞാൻ ചോദിക്കാം. ഈ 3 ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ എന്താക്കുക, എഴുതി വെക്കുക. ഓക്കെ, ഒരു 3 ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഞാൻ ഹാപ്പി ആകും. ഓക്കെ, ഹാപ്പി ആവട്ടെ, ലോങ് ലൈഫ്. ഓക്കെ, 3 ചോദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഉത്തരം മാത്രം എഴുതാൽ മതി. അടുത്ത 6 മാസത്തെ എന്റെ ലക്ഷ്യം എന്താണ്? വാട്ട് ഈസ് മൈ ഗോൾ ഫോർ ദ നെക്സ്റ്റ് 6 months? അടുത്ത 6 മാസത്തെ, ഒരു കൊല്ലമല്ല, അടുത്ത 6 മാസത്തെ എന്റെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അടുത്ത 6 മാസത്തെ എന്റെ ലക്ഷ്യം എന്താണ്? നമുക്ക് ചിലപ്പോ തോന്നും ഇതൊക്കെ എഴുതിയോണ്ട് വല്ല കാര്യം ഉണ്ടോന്ന്, അല്ലേ? ലവ്ജി സാറൊക്കെ ക്യാമറ ഒക്കെ ഓഫ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, അടുത്ത 6 മാസം ഞാൻ എന്താവും എഴുതി. അടുത്തത് മെയിൻ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് 1 മിനിറ്റ് നിങ്ങൾ ആലോചിച്ച് എഴുതുക, ഇപ്പൊ ഞാൻ എവിടെയാണ് കുടുങ്ങി കിടക്കുന്നത്? വേർ ആം ഐ കറന്റ്ലി സ്റ്റക്ക്? ഇപ്പൊ ഞാൻ എവിടെയാണ് കുടുങ്ങി കിടക്കുന്നത്? 20 ലാഖ് ഏൺ ചെയ്യാൻ സാധിക്കട്ടെ. ഇപ്പൊ ഞാൻ എവിടെയാണ് കുടുങ്ങി കിടക്കുന്നത്? ഇത് നിങ്ങൾ ആലോചിക്കുക കേട്ടോ, നിങ്ങൾ ആലോചിക്കുക. ഇപ്പൊ നിങ്ങൾ എവിടെയാണ് കുടുങ്ങി കിടക്കുന്നത്? കൃത്യമായിട്ട് ആലോചിക്കുക, എന്താണ് എന്റെ പ്രശ്നം, എവിടെയാണ്? 1 മിനിറ്റ് ആലോചിച്ചാൽ കിട്ടുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് എഴുതിയാലും മതി. പക്ഷെ നിങ്ങൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം, ഞാനിപ്പോ എവിടെയാണ് കുടുങ്ങി കിടക്കുന്നത് എന്നെഴുതാം. 3rd വൺ, ഇന്ന് മുതൽ അത് മറികടക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ഐ സ്റ്റാർട്ട് ഡൂയിങ് ഫ്രം ടുഡേ ടു ഓവർകം ഇറ്റ്? ഇന്ന് മുതൽ അത് മറികടക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 3 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, അടുത്ത 6 മാസം നിങ്ങൾ എന്താവും എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, നിങ്ങളിപ്പോ കുടുങ്ങിക്കിടക്കുന്നത്. 3rd വൺ, അത് മറികടക്കാൻ എന്താണ് മാർഗം എന്നുള്ളത്. ഇത് 3 നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെ?
നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകിൽ എനിക്ക് ഒന്നും പണ്ടത്തെ പോലെ ഒരു ഉഷാറില്ല, അതെന്താണ് ഉഷാറില്ലാത്ത, അതാണ് എഴുതേണ്ടത്. വീണ്ടും അതിനെക്കുറിച്ച് പഠിക്കും, അതാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് അതിനൊരു ഉത്തരം കിട്ടിയിരിക്കും. ഇനി അത് സോൾവ് ചെയ്യാൻ എന്താണ് മാർഗം? ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ സോൾവ് ചെയ്യോ? ഇല്ല, നിങ്ങൾ കണ്ടെത്തും. അത് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം? എന്റെ കുറെ കൂട്ടുകെട്ടുകളുണ്ട്, അത് ഒഴിവാക്കണം. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ഇടണം, അല്ലെ? അല്ലെങ്കിൽ ഞാൻ ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ചില കൂട്ടുകാർ അങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ നന്നാവാൻ വിടൂല. അവരെ നമ്മളൊരു ഹായ് ബായ് ബന്ധത്തിൽ വെക്കണം കേട്ടോ. അതെപ്പോഴും വേണ്ടതാണ്. ഇനി എന്ത് കൂട്ടുകെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, കാരണം ഞാൻ അനുഭവസ്ഥനാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെക്കാളും പ്രായം കുറവാണ്. എനിക്ക് ഇത്ര അനുഭവം ഉണ്ടെങ്കിൽ എന്റെ പൊന്നടാവ് നിങ്ങളൊക്കെ ഇഷ്ടം പോലെ അനുഭവിച്ചിട്ടുണ്ടാവും. കേട്ടോ, എത്ര ശതമാനം സത്യം എന്ന് മുഹമ്മദ് അൻസിഫ് സാർ പറഞ്ഞത്, അത് എത്രയാണെന്നൊന്നും കണക്കൂട്ടാൻ പറ്റില്ല. കോടിക്കണക്കിന് ശതമാനമാണ് സത്യം എന്ന് പറയുന്നത്. സോ 3 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ്, ഇപ്പൊ ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഉത്തരം കിട്ടിയ ചോദ്യങ്ങൾക്കാണ് സോൾവ് ചെയ്യാൻ എളുപ്പം. സിമ്പിൾ ആണ്. നിങ്ങൾ ഈ 3 കാര്യത്തിനുള്ള സംഭവം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് രണ്ടാമത് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഫ്യൂൽ ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ആ പ്രശ്നം സോൾവ് ചെയ്യുക. എങ്ങനെ സോൾവ് ചെയ്യണം എന്നും കൂടി നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിന് ഉത്തരം കണ്ടെത്തുന്ന ആരാണ്? ഞാൻ തന്നെയാണ്. എന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ കണ്ടെത്തുന്നു, അത് സോൾവ് ചെയ്യാൻ എന്താണ് മാർഗം എന്ന് ഞാൻ കണ്ടെത്തുന്നു, അടുത്ത 6 മാസം ഞാൻ എന്താവണം എന്ന് ഞാൻ കണ്ടെത്തുന്നു. എല്ലാം ഞാൻ തന്നെയാണ് കണ്ടെത്തുന്നത്. ഇവിടെ ഒരാളുടെ ആവശ്യമില്ല, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഒരു കിടിലൻ ക്ലാരിറ്റി ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വിഷൻ ബോർഡ് പോലെ ക്ലാരിറ്റി ഫ്രെയിം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ പറയാണ്, ജീവിതം ഒരു ഗസ്സിംഗ് ഗെയിം ആണെങ്കിൽ നമ്മൾ കളിക്കാരായിട്ട് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. നമ്മൾ കളിക്കാരായിട്ട് ഇരിക്കുകയുള്ളൂ. ജീവിതം ഒരു ഗസ്സിംഗ് ഗെയിം ആക്കുവാണെങ്കിൽ, നിങ്ങൾ ഒരു പ്ലെയേഴ്സ് ആയിട്ട് കളിക്കാരായിട്ട് നിങ്ങൾ ഇങ്ങനെ ഫീൽഡിൽ ഓടി കളിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, വിഷൻ ഉണ്ടെങ്കിൽ, മിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കും. നിങ്ങൾ വിജയികളായിട്ട് വരും. അല്ലാത്ത പക്ഷം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കളിക്കാരായിട്ട് ഇങ്ങനെ ഇരിക്കുക മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും വിജയിക്കട്ടെ, ഒപ്പം ഞാനും വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.